നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ബംഗാളികളും മലയാളികളും പൂർവ്വജന്മ സഹോദരങ്ങളാണ്. നമുക്ക് വിഡ്ഢികളെ സഹിക്കാനാകില്ല. പറഞ്ഞത് മൃഗയ എന്ന ചിത്രത്തിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട നടനായി മാറിയ മൃഗയ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടൻ്റെ ദേശീയ അവാർഡ് വാങ്ങിയ മിഥുൻ ചക്രവർത്തി പറഞ്ഞൊരു വാചകമാണ്, നമുക്ക് വിഡ്ഢികളെ സഹിക്കാനാവില്ല എന്ന്. മലയാളികൾക്കും ബംഗാളികൾക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സായി. മൃണാൾ സെൻ എന്ന് പറഞ്ഞ സത്യജിത്രയോളം തന്നെ പ്രശസ്തനായ മൃണാൾ സെൻ്റെ മൃഗയ എന്ന് പറഞ്ഞ പടത്തിൽ 1976 ഒരു വേട്ടക്കാരൻ്റെ റോളും മനോഹരമായി ചെയ്തു. എന്തൊരു ബോഡി. ബാബർ സുഭാഷിൻ്റെ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സൂപ്പർ ഹിറ്റായ 1982 ഇറങ്ങിയ സിനിമയിലെ യുവനർത്തകൻ ജിമ്മി. ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ തിളങ്ങിയ നായകനായിരുന്നു മിഥുൻ ചക്രവർത്തി. ഇത്തവണത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തിക്കാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ ആളായിരുന്നു. പിന്നെ കുറച്ചു കാലം നക്സലൈറ്റ് ആയിരുന്നു. മൃഗയിലൂടെ നാഷണൽ അവാർഡ് വാങ്ങി. 1996 സ്വാമി വിവേകാനന്ദ എന്ന് പറഞ്ഞ സിനിമയിൽ സഹനടനുള്ള ദേശീയ അവാർഡ് വാങ്ങി. രാജ്യം പത്മഭൂഷൺ നൽകി ഇപ്പോൾ ഈ സമീപ കാലത്താണ് ആദരിച്ചത്. സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും ഷാളുമാണ് സമഗ്ര സംഭാവനയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡായിട്ട് നൽകുന്നത്. 1969 ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് പറയുന്ന ദാദാ സാഹിബിന് 100 വയസ്സ് തികഞ്ഞ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സമഗ്ര സംഭാവനയ്ക്ക് നൽകാൻ തീരുമാനിച്ചത്. ആദ്യത്തെ അവാർഡ് കിട്ടിയത് ദേവകി റാണി എന്ന് പറഞ്ഞ നടിക്കായിരുന്നു. 2004 ആകെ ഒരു മലയാളിക്ക് മാത്രമേ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. 2004 അടൂർ ഗോപാലകൃഷ്ണൻ. മിഥുൻ ചക്രവർത്തി മോശം നടനൊന്നുമല്ല, പക്ഷേ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എങ്ങനെ മിഥുൻ ചക്രവർത്തിക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഇപ്പം മന്നാടെ അടക്കം ഒരുപാട് പേർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തതും സമഗ്ര സംഭാവനയ്ക്കാണ്. പക്ഷേ ഇവരാരും സമഗ്ര സംഭാവനക്കാരല്ല. എന്നാൽ 91 വയസ്സായ ഒരു മധുസാർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നടനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, സ്റ്റുഡിയോ ഉടമയാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. സമഗ്ര സംഭാവന എന്ന് പറഞ്ഞാൽ അതല്ലേ. പക്ഷേ മധുസാറിനെ പോലെ ഒരാളിന് കിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമില്ല. മിഥുൻ ചക്രവർത്തി ഈ അടുത്ത കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളായി മാറി. ബുദ്ധിമാനായതുകൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ മാറിയതുകൊണ്ട് എന്ത് പറ്റുന്നാൽ പത്മഭൂഷൺ കൊടുക്കുന്നു, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നു. കൊടുക്കട്ടെ. പക്ഷേ മധുസാറിനെ പോലൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, 91 വയസ്സ് കഴിഞ്ഞും ജീവിച്ചിരിക്കുമ്പോൾ, ആ മനുഷ്യന് കൊടുക്കാത്ത ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇനി ആർക്ക് കൊടുത്താലും ശരി. ഇവിടെ രജനീകാന്ത് അടക്കം എല്ലാവർക്കും കൊടുത്തു. കേന്ദ്രം ഭരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഓച്ചാരിച്ച് നിൽക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡെന്ന് ഇവിടെ ആരും പറയില്ല. ഇവിടുന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, പറയൂ മധുസാറിന്. പക്ഷെ മധുസാറിന് 91 വയസ്സാകുമ്പോൾ വീട്ടിൽ ചെന്നൊരു പാളയം കട നേരിയത് കറാൽക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നേടാൻ ഒരു ചളുപ്പുമില്ല. പക്ഷേ മന്ത്രിസഭാ യോഗം നടക്കുന്നിടത്ത് ഇദ്ദേഹത്തെ കയറ്റില്ലേന്ന് എനിക്കറിയില്ല. ഒരു വാക്ക്, ഇങ്ങനൊരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിലും നട്ടെല്ല് വളച്ചിട്ടില്ല. അദ്ദേഹം ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ സ്റ്റുഡിയോ ഉടമയാണ്, വലിയ നടനാണ്. സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയിൽ പോലും അഭിനയിച്ച ആളാണ് എന്നൊക്കെ പറയാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു നടന് നട്ടല് വേണം. കേന്ദ്രമന്ത്രി ആയിരുന്നാൽ മാത്രം പോരാ. അമിതാഭ് ബച്ചനൊക്കെ ദാദാ സാഹിബ് വാങ്ങിച്ചിട്ട് വർഷം എത്രയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ രാഷ്ട്രീയത്തിൽ അല്ല, നമുക്ക് എന്തെങ്കിലും കിട്ടണം. അത് ഇപ്പോൾ നഗ്നമായ രീതിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എർത്തായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ എന്തും വാരിക്കൂരി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മിഥുൻ ചക്രവർത്തിക്ക് കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ആലോചിച്ചത് 91 വയസ്സായ മധുസാറിന് കൊടുക്കാത്ത ഒരു അവാർഡ് എങ്ങനെ മിഥുൻ ചക്രവർത്തിക്ക് കൊടുത്തു എന്ന് ഞാൻ ആലോചിച്ചു.
എനിക്ക് പറയാനുള്ളത് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള എല്ലാവരും കേന്ദ്രം ഭരിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായിട്ട് മാറിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു ചുക്കും കിട്ടില്ല, നിങ്ങളിങ്ങനെ കിടക്കും. അതിന് പകരം എത്രയും പെട്ടെന്ന് മമ്മൂട്ടിയൊക്കെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയാണല്ലോ കുത്തിയിരിക്കുന്നത്, കൈരളി ചാനലിൻ്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ. അതൊക്കെ മതിയാക്കും മമ്മൂട്ടി. നിങ്ങൾക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വേണമെങ്കിൽ, നിങ്ങൾക്ക് പത്മഭൂഷൺ വേണമെങ്കിൽ, മോഹൻലാലിന് പത്മവിഭൂഷൺ വേണമെങ്കിൽ പരസ്യമായി കേന്ദ്രം ഭരിക്കുന്നവരുടെ പാർട്ടിയിലെ പിണിയാളായി നിന്നാലേ കിട്ടൂ എന്നുള്ളൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത് എന്നാണ് മിഥുൻ ചക്രവർത്തിക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിൽ കൂടുതൽ നമ്മുടെ ഇതിൽ പറയുന്നില്ല, കാരണം പിന്നെ നിങ്ങളെല്ലാം പറയും ഞാൻ രാഷ്ട്രീയം പറഞ്ഞു. സഹികെട്ട് പറഞ്ഞു പോയതാണ്. ആ 91 വയസ്സായ മധുസാറിന് കൊടുക്കാത്ത ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഏത് പുല്ലന് കൊടുത്തിട്ട് എന്ത് വിലയുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇന്ത്യൻ സിനിമയിൽ മധുസാറിന് കൊടുക്കാത്ത ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സിനിമാക്കാരനും കിട്ടാൻ അർഹതയില്ല എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ഒരു അവാർഡ് കിട്ടിയ ആളാണ്, ഒരു തവണ കിട്ടിയ ആളാണെന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ പറയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞാലും കേന്ദ്രത്തിൽ കൊടുക്കൂല, കാരണം അദ്ദേഹത്തെയും കേന്ദ്ര വിരുദ്ധനെന്നല്ലേ മുദ്ര അടിച്ചിരിക്കുന്നത്. അപ്പോൾ അടൂർ പറഞ്ഞിട്ടും കാര്യമില്ല, അടൂർ പറയുകയില്ല. അടൂരിൻ്റെ കാര്യമല്ലെന്ന് നോക്കൂ. കഷ്ടമാണ് എന്തായാലും. സത്യം പറഞ്ഞാൽ മധുസാറിനൊക്കെ ഭാരതരത്നം കൊടുക്കണമെന്ന് ഞാൻ പറയും. അത്രയും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ആളല്ലേ, 10-60 വർഷക്കാലം. ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. എന്തായാലും മിഥുൻ ചക്രവർത്തിക്ക് നല്ല നമസ്കാരം. ഞാനിപ്പം വളരെ തിരക്കുള്ളൊരു സമയത്തും നിങ്ങളുടെ മുന്നിൽ വന്നത് നമ്മുടെ നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇനി രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അപ്പോ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്, നോട്ട് ദി പോയിന്റ്, സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ 6-7 വർഷമായിട്ട് കൊണ്ടുകൊടുത്ത പരാതിയില് ഈ ലേഡിയോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. അപ്പോ ഈ നിയമനിർമ്മാണങ്ങളെ, സ്ത്രീകൾക്കുള്ള നിയമനിർമ്മാണങ്ങളെ ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് ഞാൻ പറയും. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അങ്ങനെ പറയുന്നതിൽ ശരിയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അവരവർക്ക് തന്നിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നിട്ടുള്ള നിയമപരിരക്ഷകള്, അതായത് സ്ത്രീകളെ സംരക്ഷിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും തന്നിട്ടുള്ള നിയമപരിരക്ഷകള് മിസ്യൂസ് ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണ്. പാവപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഒരു പുരുഷന്മാരെ ഒതുക്കി കയ്യിലാക്കി വളയ്ക്കാനായിട്ട് ഏത് സ്ത്രീ വിചാരിച്ചാലും സാധിക്കും. എന്റെ നിഗമനം ശരിയാണെങ്കിൽ സിനിമാ ലോകം അടക്കി വാഴുന്നത് സ്ത്രീകളാണ്. അവിടുത്തെ ഏറ്റവും വലിയ വില്ലത്തികളും സ്ത്രീകളാണ്. ഞാൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയും. അതായത് ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആകാരത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും നമ്മളൊരു ശക്തിമാനായിട്ടാണ് പുരുഷനെ നമ്മൾ എപ്പോഴും കാണുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പൊ പുരുഷൻ എപ്പോഴും ശക്തിമാനാണ്, ബുദ്ധിമാനാണ്, ആ പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മൾ അങ്ങനെ പറയും. പക്ഷെ സത്യം അതല്ല. സിനിമാ ലോകം അടക്കി വാഴുന്നതും അവിടുത്തെ വില്ലത്തികളും സിനിമാ ലോകം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ആരൊക്കെ ഏതൊക്കെ നടൻ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം എന്നും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വരെ, MLA-മാരെ വരെ, അതായത് മുഖ്യമന്ത്രിയോ MLA-മാരോ മന്ത്രിമാരോ ഈ പറയുന്നവരുടെയൊക്കെ ലിസ്റ്റുകള് ഈ പറയുന്ന സിനിമാ നടികളുടെ കയ്യിൽ ഒരുപാട് കാണും. അപ്പോ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ വരെ വളച്ചൊടിച്ചൊരു മൂലക്കിരുത്താനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. ആ സ്ത്രീകൾ എല്ലാവരും അവരുടെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട ഓരോ കുഞ്ഞിരാമന്മാരായിട്ടാണ് ഈ ഭരണ സംവിധാനങ്ങളെ വരെ കാട്ടിക്കൂട്ടുന്നത്. ഇന്ന് നമ്മൾ കാണുന്നതാണ്. അതായത് ഓരോരോ പുരുഷനെ പരിചയപ്പെടും, അവരുടെ ആഹാര ഭംഗി കൊണ്ടും സംസാരത്തിന്റെ ശൈലി കൊണ്ടും അവരുടെ അടിമയായി മാറും. അടിമയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട് നടക്കുന്ന കുഞ്ചിരാമന്മാരായിട്ട് മാറും. അപ്പൊ ഈ സിനിമാ ലോകവും അങ്ങനെ തന്നെയാണ്. കാരണം പുരുഷന്റെ വീക്ക്നെസ് എന്നും സ്ത്രീയാണ്. പുരുഷന്റെ വീക്ക്നെസ് എന്നും സ്ത്രീയാണ്. അവൻ എത്ര വലിയ ശക്തിമാനാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഏത് വഴിക്കും വളച്ചൊടിച്ചു കൊണ്ടുപോവാം. പാവം പുരുഷന്മാര് ഈ പറയുന്ന ഗതികളിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷകളോ നിയമ സംരക്ഷണങ്ങളോ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ വന്നിട്ട് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ അടപടലം പൂട്ടി അവന്റെ കുടുംബജീവിതം കളഞ്ഞ് അവന്റെ സർവത്ര സമാധാനങ്ങളും കളഞ്ഞ് ഒരു എന്താ പറയാ അവസാനത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ്. ആ സ്ത്രീ വന്ന് പറഞ്ഞതിൽ സത്യമുണ്ടോ, അവർ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ശിക്ഷ വിധിക്കുന്നത്. ഒരു സ്ത്രീ വന്ന് പറഞ്ഞാൽ അതോടുകൂടി സംഗതി ഓക്കെ, പോലീസ് ഇറങ്ങായി,
അവരെ പോലീസ് പിടിക്കുകയായി. അപ്പൊ വന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് ഈ പറയുന്ന കേസില്, പീഡനം എന്ന് പറയുന്ന കേസിൽ സ്ത്രീക്ക് ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല, ഒരു തെളിവും കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ വന്ന് പറഞ്ഞാൽ മതി, പോലീസ് സ്റ്റേഷനിൽ ഇവർ വന്ന് പറഞ്ഞാൽ മതി. വഴിയെ പോകുന്നവനായാലും വഴി കൂടെ ഓടിപ്പോകുന്ന പട്ടികളായാലും ആ പട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് ഉടനെ ചെങ്ങലി എടുത്തിട്ട് ഇറങ്ങായി പട്ടിയെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, സത്യസന്ധതയുണ്ടോ, അതിലെന്തെങ്കിലും തെളിവുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടല്ല. കാള പറ്റൂ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞാൽ മതി, കാള പറ്റൂ സാറേ, ഉടനെ അവിടുത്തെ പോലീസ് ഏമാന്മാര് കയറും എടുത്തിട്ട് ഇറങ്ങായി കാളയെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇതാണ് അവസ്ഥ. എന്നാ കാള പെറുവോ, അത് ചിന്തിക്കുവോ? അങ്ങനെ ഒരു കോമൺ സെൻസ് ഒന്നുമില്ല. അപ്പൊ സ്ത്രീകൾ അത് കറക്റ്റ് ആയിട്ട് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും, അതായത് അവനവന്റെ ശരീരം വെച്ച് അത് മുതലെടുപ്പ് നടത്തി ഓരോരോ പുരുഷന്മാരെയും പാട്ടിലാക്കി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റിപ്പിടിച്ച് വാങ്ങിക്കഴിഞ്ഞ് അവരവർക്ക് കയറി പോകാനുള്ള പടികളെല്ലാം ചവിട്ടിപ്പോയി കഴിഞ്ഞ് എത്തേണ്ടിടത്ത് എത്തി നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് അവസാനം വന്നിട്ട് പുരുഷൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ അങ്ങനെയുള്ള സ്ത്രീകളുടെ ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് സുപ്രീം കോടതിയുടെ വിധി. ആ സുപ്രീം കോടതിക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. സുപ്രീം കോടതിക്ക് എന്റെ വക, ഞാനൊരു സ്ത്രീയാണ് എങ്കിലും ഞാൻ പറയാം, സുപ്രീം കോടതിക്ക് എന്റെ വക ബിഗ് സല്യൂട്ട്. നമസ്കാരം. വീണ്ടും നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കോ അതിനുശേഷം 2-3 പെണ്ണുങ്ങൾ കൊടുത്ത പരാതിയുടെ പിന്നാലെ പോലീസ് പരക്കം പായുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നു. എന്തായാലും നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചു. ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയാണല്ലോ. സ്ത്രീ പീഡന കേസിൽ നടൻ സിദ്ദിഖ് 2 ആഴ്ച കാലത്തെ ഇടക്കാല ജാമ്യം ഡൽഹി പോയി സുപ്രീം കോടതിയിൽ നിന്ന് നേടി. കോടതി ഒരു ചോദ്യം സർക്കാർ അഭിഭാഷകനോടും പരാതി നൽകിയ പെൺകുട്ടിയുടെ വക്കീലിനോടും ചോദിച്ചു. 8 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? അവിടെയാണ് സിദ്ദിഖ് രക്ഷപ്പെട്ടത്. അറസ്റ്റ് ചെയ്യണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയാലും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണം. കഴിഞ്ഞ 2 ആഴ്ച, ഇനി വരുന്ന 2 ആഴ്ച അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിടണം, അല്ലാതെ ലോക്കപ്പിൽ പിടിച്ചിടാനും നോക്കൂല. സിനിമാക്കാരനായതുകൊണ്ട് ഞോടാനും പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സിദ്ദിഖ് അറസ്റ്റിൽ എന്ന് ടി വിയിൽ റോൾ പോകും എന്നുള്ളതല്ലാതെ സിദ്ദിഖിന് ഇനി മൊത്തം നാണം കെട്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നൊരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുമ്പോൾ മനോരമ ചാനലിൽ എഴുതി കാണിക്കുന്നു ശാന്തിയുള്ള ദിനേശ് അറസ്റ്റ്. അപ്പോൾ എൻ്റെ മകൻ പെട്ടെന്ന് വിളിച്ച് എന്തെങ്കിലും വഴിയിൽ വെച്ച് പിടിച്ചോണ്ട് എന്ന് വിചാരിച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടറെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇനിയിപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് ഇന്നോ നാളെയോ സ്റ്റേഷനിൽ ഹാജരാവും. ഇന്നലെ രാമപിള്ള വക്കീലിൻ്റെ ഓഫീസിൽ വന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ മറ്റേ കോലം പിടിച്ചോണ്ട് കുറേ എണ്ണം പോയി നിൽപ്പുണ്ട്. ഒറ്റ ഒരുത്തൻ്റെ ഒന്നും മിണ്ടരുതെന്നുണ്ടെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയതല്ലാതെ സിദ്ദിഖ് ഒന്നും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, നമ്മൾ 2 എപ്പിസോഡിന് മുമ്പ് കാണിച്ചില്ലേ, ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു പത്രം മുത്തശ്ശി 1/2 പേജ് ഡിസൈൻ ചെയ്ത് ഇത്ര വലിപ്പത്തിൽ കൊടുത്ത പോലീസ് കൊടുത്ത പരസ്യത്തിനെ അകത്ത പേജിൽ ഇട്ടിട്ട് ആഘോഷമാക്കിയ നാടാണ്. സിദ്ദിഖിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു പത്രക്കാരനും ഒരു ചാനലുകാരനും ഇനി അടുത്ത 5 വർഷക്കാലത്തേക്ക് ഒരക്ഷരം അവരുടെ മുമ്പ് ഒന്ന് പറയരുത്. അതാണ് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇനിയിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ യവന്മാർ വരുമ്പോൾ നിങ്ങൾ പോയി വായ അടിച്ചാൽ നിങ്ങളുടെ വിവരം കിടന്ന് ഞാൻ പറയും. 2 ആഴ്ച കഴിഞ്ഞ് ഈ കേസ് വീണ്ടും ഭാഗത്തിന് വരുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സിദ്ദിഖിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാനാവും. അപ്പോൾ ലക്ഷങ്ങൾ ചെലവിട്ട് നേടിയ ജാമ്യം ഡെമോക്രസിൻ്റെ വാള് പോലെ സിദ്ദിഖിൻ്റെ തലയ്ക്ക് മേളിൽ തന്നെ ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച കഴിയട്ടെ. 2 ആഴ്ച കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിശദമായ വാദം കേട്ടിട്ട് പറയാം, ഇയാളെ പിടിച്ചകത്തിടേണ്ട ആളാണോ പുറത്തുവിടേണ്ട ആളാണോ എന്ന് അപ്പം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി പരാതി നൽകിയതെന്നും ഇതിനിടയിൽ 5 തവണ ഇതേക്കുറിച്ച് വ്യത്യസ്തമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുവെന്നും സിദ്ദിഖിനായി ഹാജരായ മുഗൾ റോത്തക്കി ചൂണ്ടിക്കാട്ടി. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിനുള്ള മുമ്പുള്ള ഒരു പ്രോഗ്രാം പറഞ്ഞല്ലോ, 10-50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നാലും മുഗൾ റോത്തക്കി പോലെ ഒരാൾ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹൈക്കോടതി വക്കീൽ എന്നോട് പറഞ്ഞത്, സുപ്രീം കോടതിയിൽ വാദത്തിന് വരുന്ന ഒരു കേസ് വരുമ്പോൾ എണീറ്റ് നിൽക്കുന്ന വക്കീൽ ആരെന്ന് തീർച്ചയായിട്ടും ജഡ്ജി പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം മുഗൾ റോത്തക്കി കൃത്യമായിട്ട് പറഞ്ഞു, 5 തവണ ഫേസ്ബുക്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി 5 പോസ്റ്റ് ഇട്ടത് 5ഉം 5 തരത്തിലാണ്, വ്യക്തതയില്ലാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. മാത്രമല്ല 365 സിനിമകളിൽ അഭിനയിച്ച നടൻ എന്ന് വാദിഭാഗം സൂചിപ്പിച്ച സിദ്ദിഖ്
എവിടേക്കും ഓടിപ്പോകില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മുഗൾ റോത്തക്കി സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഇതിൽ എനിക്ക് കോടതി ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചിരി വരും. പോലീസ് പറഞ്ഞത് ഇയാളുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നാണ്. എടാ 8 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സിദ്ദിഖിന് 8 വർഷം കഴിയുമ്പോൾ പ്രായമായവരല്ലേ, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. 8 വർഷം മുമ്പ് നടന്നൊരു പീഡനത്തിന് 8 വർഷം കഴിഞ്ഞാണ് പരിശോധിക്കുന്നത്. പോലീസ് എന്തൊക്കെയാണ് അന്വേഷണത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി വ്യക്തമാക്കി. സർക്കാർ എന്തായാലും വളരെ ഗൗരവത്തിലാണ്. കാരണം മലയാള സിനിമയെ മുച്ചൂടും നശിപ്പിച്ച് അടങ്ങും എന്നുള്ള വാശി തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പം തന്നെ സിനിമ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കോൺക്ലേവ് എന്തോ വിളിക്കാൻ പോവുകയാണല്ലോ. അതിൽ നിന്ന് പീഡന ലിസ്റ്റിൽ വന്നുകൊണ്ട് മുകേഷിനെ ഒഴിവാക്കി. ഓക്കെ, പിന്നാലെ ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കാതിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ സ്വയം രാജിവെച്ചു. പകരം 2 മഹാന്മാരെ എടുത്തിട്ടുണ്ട്. വാ തുറന്നൊരക്ഷരം പറയാതെ പാറയ്ക്ക് കാറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന 2 പേര്. ഇവരെയൊക്കെ മതിയെന്ന് തോന്നും കോൺക്ലേവിന്. എന്താ കൊണ്ടടിക്കട്ടെന്ന് അല്ലാതെ വേറെ എന്ത് പറയാൻ. സർക്കാരിന് ഇത് ആവശ്യമാണ്. കാരണം ഈ നടികളുടെ പരാതിയും അറസ്റ്റും അതിനുവേണ്ടി പോലീസിൻ്റെ ഓട്ടവും ഒളിച്ചിരിക്കുന്നിടത്തല്ല സർച്ചൊക്കെ കാണിച്ച് വാർത്ത കാണിച്ച് ഒരു ഗിമ്മിക്സ് ഒക്കെ ഉണ്ടാക്കി നിർത്തിയാൽ PV അൻവർ ഉണ്ടാക്കുന്ന ഓളമടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ PR ഏജൻസി ആണല്ലോ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ, മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് PR ഏജൻസിയാണ് എഴുതി കൊടുക്കുന്നത്. അവരിപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് എഴുതി കൊടുത്ത ഒരു പോക്കൃത്തനം മുഖ്യമന്ത്രി തള്ളി. ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ PR-നെ എന്തിനാ കൊണ്ടു നടക്കണേ? പബ്ലിക് റിലേഷൻ എന്തിനാ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിക്ക് എന്താ തന്നെ സംസാരിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലേ? അതോ ബുദ്ധിയില്ലേ? അദ്ദേഹം 10-50 വർഷക്കാലം മൈക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ച ആളല്ലേ. ഇപ്പോൾ PR ഏജൻസിയൊക്കെയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നടക്കുന്നത് എന്നുള്ളത് രസകരമാണ്. ഒരു കഥ വേണമെങ്കിൽ പറയാം. വെണ്ടർ ഡാനിൽ നടക്കുമ്പോൾ ചിത്രഭൂമിയുടെ റിപ്പോർട്ടറായിട്ട് മരിച്ചുപോയേണ്ട ആളിൻ്റെ പേര് പറയുന്നില്ല, ഒരു റിപ്പോർട്ടറും ഒരു പത്രപ്രവർത്തനം കൂടി ഒരു ഫോട്ടോഗ്രാഫറും കൂടി ഒറ്റപ്പാലത്ത് ലൊക്കേഷനിൽ വന്നിട്ട് അപ്പോൾ ഇതിലെ രസം എന്ന് പറഞ്ഞാൽ ഈ ചിത്രഭൂമിക്ക് വേണ്ടിയാണ് കവർ ചെയ്യാൻ വരുന്നെങ്കിലും കമാന്ന് പറ എഴുതാറുണ്ടാത്ത ഒരാളാണ് റിപ്പോർട്ടർ. ആരുടെയോ വലിയ ശുപാർശയിൽ അവിടുത്തെ റിപ്പോർട്ടർ ആക്കിയതാണ്, അല്ലാതെ അദ്ദേഹത്തിനുള്ള കഴിവില്ല. അദ്ദേഹം സംവിധായകനുമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് കള്ളമാണെങ്കിൽ ബാലുക്കുര്യത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് തിരുവനന്തപുരത്ത്, ചോദിച്ചു നോക്കൂ. ബാലുക്കുര്യത്ത് അസോസിയേറ്റ് ഡയറക്ടറായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ, ചിത്രഭൂമിക്കാർക്ക് ഇദ്ദേഹത്തിന് എൻ്റെ ഒരു അഭിമുഖം വേണം. കാരണം 12 വർഷം സിനിമയിൽ ഇല്ലായിരുന്ന ആളല്ലേ. അപ്പോൾ എന്നെക്കുറിച്ചൊരു അഭിമുഖം ചെയ്യണം. എന്നിട്ട് അത് ദിനേശ് ഒന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടൻ പറയാനുള്ള കാര്യങ്ങൾ ഞാനാണ് പറയേണ്ടത്. എടാ, ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, ചോദ്യവും ഉത്തരവും നീ തന്നെ ഉണ്ടാക്കണം. മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണമാണ് ചിത്രഭൂമി. അതുകൊണ്ട് നിന്നെ ഉച്ചവരെ ഫ്രീ ആക്കിയിരിക്കുന്നു. എന്നെ ഹോട്ടലിലേക്ക് പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ ചെന്നിരുന്ന് ആലോചിച്ചിട്ട് ചിത്രഭൂമിയുടെ ലേഖനം ചോദിക്കുന്ന ചോദ്യവും അതിന് ബാലുക്കുര്യത്ത് പറയുന്ന മറുപടിയും ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയപ്പോൾ ഞാൻ തിരിച്ചെത്തി. സംവിധായകൻ വായിക്കാൻ കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പറഞ്ഞാ, നീ സിനിമയിലെ സഹസംവിധായകൻ നിൽക്കാനുള്ള ആളല്ല, നീ പത്രപ്രവർത്തനത്തിൽ നിൽക്കണമായിരുന്നു. എന്ത് രസമായിട്ടാടാ നീ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ചിത്രഭൂമി ലേഖനം ചോദിക്കുന്ന ചോദ്യവും സംവിധായകൻ പറയുന്ന ഉത്തരവും ഞാൻ തന്നെ എഴുതി. അപ്പോൾ ചിത്രഭൂമിയുടെ ലേഖകൻ എന്നോട് പറഞ്ഞു, പിന്നെ ഇതിലൊരു ഹെഡിങ് ഇടണം. ഞാൻ കൂളായിട്ട് പറഞ്ഞു, ജോഷിക്ക് സംവിധാനം അറിയില്ല എന്നിടാം. ഉടൻ ബാലിക്ക്, എടാ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ. ഞാൻ പറഞ്ഞല്ല, വലിയ സെൻസേഷനാവും, ജോഷിക്ക് സംവിധാനം അറിയില്ല എന്നിടാം. എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ട്, ഒരു ഹെഡിങ് ഇടറാ സീരിയസ് ആയിട്ട്. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്, ബാലുക്കുര്യത്ത് എന്ന് ഞാൻ ഹെഡിങ് വിട്ടുകൊടുത്തു. 12 വർഷം സിനിമയിൽ അവധിയെടുത്ത് പോയ മനുഷ്യൻ വീണ്ടും സിനിമ ചെയ്യാൻ വന്നപ്പോൾ, വെണ്ടർ ഡാനിയലിൽ വന്നപ്പോൾ ഞാൻ ഇട്ട ഹെഡിങ് ഇതായിരുന്നു, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്, ബാലുക്കുര്യത്ത്. ഞാൻ പറയാൻ വന്നത്, പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി, ആർജവമുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ PR ഏജൻസികളെ കൊണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് കള്ളക്കടത്തിൻ്റെ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് അനാവശ്യങ്ങൾ എഴുതി കൊടുത്തിട്ട് കേരളം മുഴുവൻ അത് ചർച്ചയാവുന്നു എന്ന് കേട്ടപ്പോൾ, പാർട്ടിക്കകത്ത് ചർച്ചയാവില്ല. കാരണം പാർട്ടിക്കകത്ത് പിണറായി മാത്രമല്ല ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ണാക്കന്മാരെ പോലെ ഇരിക്കാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചിങ്കി അടിക്കാനും അല്ലേ. M സ്വരാജൊക്കെ ഇപ്പോൾ PV അൻവറിനെ ചീത്ത വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തമാശ തോന്നും. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എവിടെ പറഞ്ഞോ, അതോ ഫേസ്ബുക്കിലോ എവിടെ ഞാൻ കുറിച്ചു, ജഗതി ഏതോ പടത്തിൽ പറഞ്ഞല്ലേ, സ്വരാജേ സോപ്പിട്ടോ പക്ഷെ പതപ്പിക്കരുത് എന്നിട്ടു. കാരണം ഈ പിണറായിയുടെ സ്തുതി പാഠകരായി നിന്നാലേ ഇനി രക്ഷപ്പെടാൻ പറ്റൂ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെ. അപ്പോൾ അൻവറിനെ ഇപ്പോൾ വിളിക്കുന്ന, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടു നടന്ന അൻവറിനെ
ഇപ്പോൾ വിളിക്കുന്ന തെറി വേണം കേൾക്കാൻ. എന്തൊക്കെയോ പറയുന്നു, ഗോവിന്ദ മാഷ് അടക്കം. ആ സ്ഥലത്താണ് PRANC കൊണ്ട് മലപ്പുറം ജില്ലയെ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലയെക്കുറിച്ച് അനാവശ്യം എഴുതിച്ചത്. എന്നിട്ടിപ്പോൾ അത് തിരുത്തി ഹിന്ദുവിനെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്ന് പറയുന്നു. അത് പോട്ടെ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന വാപോയ കോടാലി പോലുള്ള ചില കള്ളങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന, ഒരു പോസ്റ്ററിലോ ഒരു സ്ക്രീനിലോ നമുക്ക് കണ്ടു പരിചയമില്ലാത്ത ചില പെണ്ണുങ്ങളെ ഇറക്കി പോലീസുകാരെ കൊണ്ട് സിനിമാക്കാരെ മുഴുവൻ മുച്ചൂടും ബലാത്സംഗം ചെയ്ത് നടക്കുന്ന ആണുങ്ങളാണെന്നുള്ള ഒരു ഇമേജ് വരുത്തി മലയാള സിനിമയെ ശുദ്ധീകരിക്കാനാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സജി ചെറിയന് യാതൊരു റോളും ഇല്ല. ഇപ്പം സജി ചെറിയൻ്റെ പേരുണ്ട്. ആ മീനു മുനീർ എന്ന് പറഞ്ഞ നാക്കിൽ ലൈസൻസ് ഇല്ലാത്തൊരു സ്ത്രീ, ഇനി പിണറായിയുടെ പേര് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 2 മന്ത്രിമാർ KB ഗണേഷ് കുമാറും സജി ചെറിയാനും എന്നെ പീഡിപ്പിച്ചു. ഭരണകക്ഷിയിലുള്ള 17 MLA-മാർ എന്നെ പീഡിപ്പിച്ചു. പ്രതിപക്ഷത്തുള്ള 4 MLA-മാർ എന്നെ പീഡിപ്പിച്ചു. ഇനി പാർലമെന്റിൽ ആരൊക്കെ ഉണ്ടോന്ന്, രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ടോന്ന് പീഡിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ളയെ പിടിച്ച് അകത്തിടണ്ടേ? എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറയണേ? ആരെയും എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് അവർക്ക് കിട്ടിയതുപോലെയാണ് അവരിപ്പോൾ പെരുമാറുന്നത്. എല്ലാവരും തെറി വിളിക്കുന്ന മറുനാട സാജനെ അയ്യോ ചീള് കേസ് എന്നാണ് അയാളെ പറയണേ. അവൻ്റെ ചാനലോ ഒരു യൂട്യൂബിനാണ് അഭിമുഖം കൊടുക്കുന്നത്. എന്നിട്ട് അവൾ പറയാ, ആ സ്ത്രീ പറയാണ്, അവൻ്റെ ഒരു യൂട്യൂബ് ചാനലല്ലേ ആലവലാതി. വല്ല മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റ് ചോദ്യം അന്തസ്സുണ്ട്. യൂട്യൂബർമാർ ചെറ്റകൾ, അതായത് ഒരു യൂട്യൂബറുടെ ചാനലിന്റെ മുന്നിൽ ഇരുന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ യൂട്യൂബർ പറയച്ചി നാണം കെട്ടവൻ. ആ സ്ത്രീ ഇരുന്ന് തെറിയോട് തെറി സാജ 25 ലക്ഷം രൂപ ഓഫർ ചെയ്തെന്ന എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. മെന്റൽ ട്രോമ, ഞാൻ അനുഭവിച്ചതുപോലുള്ള ഒരു മെന്റൽ ട്രോമ. ഒരു മെന്റൽ ട്രോമയും ഇല്ല. ഞാൻ പറഞ്ഞാൽ കൂടി പോവും. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഫ്ലോറിന്റെ സൈഡിൽ കുറേ റൂമുകൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. ഞാൻ മിനിങ്ങാന്ന് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചിത്രാഞ്ജലി ഒരു ലൈറ്റ് ബോയ് മരിച്ച വീട്ടിൽ പോയപ്പോൾ ആ റൂമുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ കുറച്ച് കഥ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതൊക്കെ ഒരു സ്റ്റോറി ആക്കിയാലുണ്ടല്ലോ, ഈ മീനു മുനീർ ഇന്ത്യ വിടേണ്ടി വരും. അവസാനം അവരവിടെ ചിത്രാഞ്ജലിയിൽ മേലാൽ ഇവിടെ കയറിപ്പോരെന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയ സ്ത്രീയാണ്. ഇവരെ പറ്റി പറയുന്ന ദിവസവും വരുന്ന കഥകളെന്ന് പറഞ്ഞാൽ 100 കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് 17 ഭരണകക്ഷി MLA-മാരും 2 പ്രതിപക്ഷത്തെ 4 MLA-മാരും 2 മന്ത്രിമാരും എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി തിരുവനന്തപുരം ജില്ലയിൽ ആരുമില്ല പീഡിപ്പിക്കാൻ. അപ്പോൾ അവർ ഈ മറുനാട സാജനെ വിളിക്കുന്ന തെറി കേട്ടപ്പോൾ സാജൻ അത്രയും വേണമെന്ന് ഞാൻ പറയും. കാരണം സാജൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു സത്യം പറഞ്ഞു. ഈ സ്ത്രീയെ സൂക്ഷിക്കണം, ഈ സ്ത്രീ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളെ ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കാനാണെന്നെന്തോ പറഞ്ഞു, ഒരു എപ്പിസോഡ് ചെയ്തു. അതാണ് പ്രശ്നം. എന്നിട്ട് ഈ യൂട്യൂബറോട് ചോദിക്കുകയാണ്, ഈ മറുനാടൻ സാജൻ സ്കറിയ എന്ന് പറഞ്ഞവനെ ഏതോ ഒരു എയർപോർട്ടിലിട്ട് ആരോ അടിച്ചില്ലേ? ഓ അത് തന്നെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവൻ്റെ ചെപ്പാക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിക്കും, അവൻ്റെ കവളത്ത് ഞാൻ അടിക്കും, ചാടിച്ചവിട്ടും എന്നൊക്കെ പറയുന്നു. സാജൻ അടികൊള്ളുമായിരിക്കും. ഇതിനിടയ്ക്ക് ഈ കുട്ടി ഈ സ്ത്രീ എന്നെ പറ്റി എന്തോ അനാവശ്യം പറഞ്ഞു. ഞാൻ വിവരക്കേടുകൾ മാത്രം പറയുന്ന ഒരാളാണെന്ന്. മീനു മുനീറേ, അതങ്ങ് വാങ്ങി വെച്ചേക്ക് കേട്ടോ. അത് നിനക്ക് ആൾ മാറിപ്പോയി. നിന്നെപ്പോലുള്ള ഒരു കോലത്തിനെ കണ്ടാൽ കണ്ടിറക്കി കാണിക്കുന്ന ചെറ്റ അല്ല ഞാൻ. ഒരു പെണ്ണെന്ന് എഴുതി കാണിച്ചാലേ അതിൻ്റെ പുറകെ പോകുന്ന ഒരു എംബോക്കിയല്ല ഞാൻ. അതൊക്കെ നിനക്ക് ആൾ മാറിപ്പോയി. നീ നല്ല ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ടില്ല, അതാ നീ ഇങ്ങനെ എന്നെ പറ്റി പറഞ്ഞേ. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന്. ഒരുപാട് കഥകൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്ത് കാണിക്കാം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നാറ്റ കേസ് നമ്മളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടണം, നമ്മളെ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടാ. അപ്പം എന്നെ ഒരുമാതിരി ചൊറിയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ എവിടെ കണ്ടാലും സാജ സ്കറിയെ അടിക്കുമെന്നാണ് അവൾ പറയണേ. സാജ ചുണയുണ്ടെങ്കിൽ എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ ചെല്ല്. ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയോ ഏതോ ഫ്ലാറ്റിൽ എവിടെ താമസം ഉണ്ടെന്ന് പറയുന്നു. നേരെ മറിച്ച് ഏതെങ്കിലും എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ വെച്ച് ഇവൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തായിട്ട് വന്നാൽ എൻ്റെ അടുത്ത് വരില്ല, കിണിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് എന്നെ അടിക്കാൻ വന്ന് ഞാൻ ചവിട്ടി കൂട്ടുകയുള്ളേ. ഇനി വനിതാ കമ്മീഷനല്ല, ഇവിടുത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇറക്കി വിട്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ എന്നെ പിടിച്ച് അകത്തിട്ടാലും ശരി, ഉള്ളതുപോലെ പറയാം. ഇതുപോലുള്ള അലവലാദികളെ വളർത്തരുത് സർക്കാർ. മറ്റ് സ്ത്രീകൾക്ക് നാണക്കേടാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആമുഖമായിട്ട് നിങ്ങളൊരു പ്രോഗ്രാം കേട്ടില്ലേ? ഒരു സ്ത്രീയാണല്ലോ സംസാരിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ബാലചന്ദ്ര മേനോനെ പോലെയൊക്കെ എന്താ പറയുക, 10, 40, 50 വർഷക്കാലം സിനിമയിൽ നിന്ന ഇപ്പോൾ കുറച്ച് അനാരോഗ്യവനായി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ആ മനുഷ്യനെയൊക്കെ അനാവശ്യം പറയുന്ന ഈ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ പണ്ടുള്ള പുസ്തകത്തിൽ പോലും ഇല്ലാത്ത അനാവശ്യങ്ങളല്ലേ ഈ സ്ത്രീ പറയുന്നത്. 3 പേരെ ന്യൂഡായിട്ടിട്ടിരിക്കുന്നു, 4ാമത് എവിടെ ചെന്ന് ന്യൂഡാവാൻ പറയുന്നു. അയ്യോ സാറേ ഞാൻ അതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. പിറ്റേ ദിവസം രാത്രി 1 മണിക്ക് വിളിക്കുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ വേറൊരു സ്ത്രീ, എൻ്റെ പ്രായമുള്ളൊരു സ്ത്രീയും കൂടെ നിൽക്കുന്നു. 4 പേര് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. അത്ര അലവലാതിയാണോ ബാലചന്ദ്രൻ?
എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ധാർമ്മികമായി ഭയങ്കര രോഷം കൊണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകളോ മകനോ അമേരിക്കയിലുണ്ട്, മകളോ മകനോ ആണ് അമേരിക്കയിൽ. അതുപോലെ 2 കുട്ടികളാണല്ലോ. അവർ അന്തസ്സായിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ മക്കളായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. മാന്യമായി 10-50 വർഷം മലയാള സിനിമയിൽ നിന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ ഒന്നുമില്ലെങ്കിലും ഭാരത സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ ആളല്ലേ. ആ മനുഷ്യനെ പറയുന്ന തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ. അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എവളെ പേരിലല്ല കേസ് കൊടുത്തിരിക്കുന്നത്. ഇവളുടെ വാചകമടിയും ഈ എങ്ങനെയെങ്കിലും 1000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ചില യൂട്യൂബർമാർ പോയി കമ്പി ചോദ്യങ്ങൾ ചോദിച്ച് കമ്പി ഉത്തരങ്ങൾ ഇടുമല്ലോ. ആ യൂട്യൂബർമാർക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബർമാരെ 10 എണ്ണത്തിനെ ബ്ലോക്ക് ചെയ്താൽ മതിയെന്നേ. അപ്പം തന്നെ ഈ കടി നിൽക്കും. കാരണം ഇവളുടെ പിറകെ നടക്കുന്ന ഈ കോലം പിടിച്ച് നടക്കുന്ന നമ്മൾ പറഞ്ഞാൽ കൂടിപ്പോവും. ഒരു ഓൺലൈൻ മീഡിയയിൽ ഇരുന്ന് പറയുകയാണ് സാജസ്കറിയെ എവിടെ വെച്ച് കിട്ടിയാലും ഞാൻ അടിക്കുമെന്ന്. ഇവനെയൊക്കെ മീനുവിന് ഡിമ്മാക്കാൻ കഴിയുമെന്നാണ് അവൾ പറയുന്നത്. എന്ത് ഡിമ്മാക്കാൻ? നിന്നെ നോക്കി ചിരിച്ച് അല്ലെങ്കിൽ പോവാമോ എന്ന് ചോദിക്കാത്ത ഒരാളെയും നിനക്ക് ഡിമ്മാക്കാൻ പറ്റില്ല. ഒരു അലവലാതിക്കും ഡിമ്മാക്കാൻ പറ്റില്ല. പക്ഷേ ആണായിരിക്കണം. ഏത് കോലം കെട്ടിയവളുടെയും പിറകെ പോയാൽ നിന്നെ പോലുള്ളവർക്ക് ഡിമ്മാക്കാം. അതുകൊണ്ടാണല്ലോ ഒരു MLA ആയ മുകേഷിൻ്റെ ജീവിതം തകർത്തില്ലേ. അതാണ് പറഞ്ഞത്, ഇതുപോലുള്ള വായി നോക്കികൾ ഇങ്ങനെയുള്ളതിൻ്റെ കൂതറകളെ കൂടെ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്, ഇനി ജയിച്ചിട്ടേ കരകയറൂ എന്നാണ് അവൾ പറയുന്നത്. എന്ത് ചെയ്യാനെന്നേ. ഇതിനിടയിൽ മല്ലിക ചേച്ചി കയറി എന്തോ ഇവക്കെതിരെ സംസാരിച്ചു. ഇനിയിപ്പോൾ മല്ലികയെ വിളിക്കാൻ വേണ്ട തെറിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നു മല്ലിക ചേച്ചിയെ, ഇത് ഈ പറഞ്ഞ പോലെയാണ്, വന്ധ്യവയോധികയായിക്കൊണ്ടിരിക്കുന്ന മല്ലിക ചേച്ചിയെ എന്തെങ്കിലും പറഞ്ഞാൽ സുകുമാരൻ എന്ന് പറഞ്ഞൊരു നടൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള ഏക സിനിമാക്കാരനാണെന്ന അഭിമാനത്തോടെ പറഞ്ഞ ആളാണ് സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഈ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളൊന്നും അന്വേഷിക്കില്ല, അങ്ങ് വിടും. പക്ഷെ ഞാൻ പൃഥ്വിരാജിനോട് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പൈസ സംവിധാനത്തിലും അഭിനയിച്ചുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്തിനെന്നേ ഇങ്ങനെ വാരിക്കൂട്ടണേ? 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം നിങ്ങളുടെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ. അതിനുള്ള ആണത്വം കാണിച്ചാൽ ഞാൻ പൃഥ്വിരാജിൻ്റെ മീശയാണെന്ന് പറയും. ഇല്ല എങ്കിൽ ഞാൻ അല്ലാത്ത മീശ വെച്ചവന്മാരെയൊന്നും ഞാൻ പറയില്ല. 8 വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി പരാതി നൽകുന്നതെന്നും ഇതിനിടയിൽ 5 തവണ ഇതേക്കുറിച്ച് വ്യത്യസ്തമായ FB പോസ്റ്റുകളും സിദ്ദിഖിനായി വ്യത്യസ്തമായ പോസ്റ്റുകൾ ഇട്ടുവെന്നും മുഗൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല 365 സിനിമകളിൽ അഭിനയിച്ച നടൻ എന്ന നിലയ്ക്ക് വാദിഭാഗം സൂചിപ്പിച്ച സിദ്ദിഖ് എവിടേക്കും ഓടിപ്പോകില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മുഗൾ റോത്തഗി പറഞ്ഞു. സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പരാതി വൈകിയെന്ന് കോടതി ചോദിച്ചപ്പോൾ 365 സിനിമകളിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാറാണ് സിദ്ദിഖെന്നും സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും ആയതിനാലാണത്രേ വൈകിയത്. ഒന്നാമത് സിദ്ദിഖ് ഒരു സൂപ്പർ സ്റ്റാർ അല്ല, ഒരിക്കലും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. അദ്ദേഹം ഒരു സ്വഭാവ നടനാണ്. രണ്ടാമത് മസ്കറ്റ് ഹോട്ടലിൽ പീഡനം നടന്നു എന്ന് പറയുന്ന 8 വർഷം മുൻപ് അമ്മയുടെ ജനറൽ സെക്രട്ടറി അല്ല സിദ്ദിഖ്. ഇന്നത്തെ താരപരിവേഷവും ആ പീഡനം നടക്കുന്ന കാലത്ത് സിദ്ദിഖിനില്ല. 8 വർഷം മുമ്പ് അദ്ദേഹം വലിയ താരപദവിയുള്ള ആളുമല്ല. അപ്പോഴാണ് ചോറും തൈരും മീനും കഴിക്കുന്ന സിദ്ദിഖ് താമസിക്കുന്ന മുറിയിൽ ഒറ്റയ്ക്ക് സംവിധായകനോ നിർമ്മാതാവോ അല്ലാത്ത സിദ്ദിഖിനെ കാണാൻ പോയത് എന്നതൊന്നും മുഗൾ റോത്തഗിക്ക് പറയേണ്ടി വന്നില്ല സുപ്രീം കോടതിയിൽ. അതിനിട നൽകാതെ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളെന്ന് ജസ്റ്റിസ് ബേല M ത്രിവേദി കൂട്ടിച്ചേർത്തു. 3 അംഗ ജഡ്ജികളാണല്ലോ ഈ കേസ് എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സിനിമയിൽ മാത്രമല്ല കേട്ടോ, ഈ സ്ത്രീ വിഷയമുള്ള എല്ലാ മേഖലകളിലും ഉണ്ട്, നിങ്ങൾ ഈ സിനിമ മാത്രം എടുത്ത് പ്രൊജക്റ്റ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകമുണ്ടാക്കിയ കാലത്ത് പോലീസും പട്ടാളവും അവസരവാദ രാഷ്ട്രീയക്കാരെയും ഉണ്ടാക്കിയപ്പോൾ തന്നെ കോടതിയും കൂടി ഉണ്ടാക്കാൻ കാണിച്ച ബുദ്ധിക്ക് ദൈവത്തിനോട് നന്ദി പറയണം. ഇല്ല എങ്കിൽ നിങ്ങളാലോചിച്ചു, എൻ്റെ പേര് കള്ളക്കേസ് എടുത്തത് നിങ്ങളാലോചിച്ചു. തിരുവനന്തപുരത്ത് ഒരു ഡബ്ബിങ് മഹതി കൊടുത്ത കേസിൽ ജാമ്യമില്ല വകുപ്പിട്ടല്ലേ കേസെടുത്ത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ സർക്കാരിനും പരാതിക്കാർക്കും സുപ്രീം കോടതി അവസരം നൽകിയിരിക്കുകയാണ്. മറുപടി ഇവർ കൊടുത്താൽ അതിനുള്ള മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സിദ്ദിഖ് സമയം ചോദിച്ചാൽ സുപ്രീം കോടതിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാനാവില്ല, പറയില്ല. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ സർക്കാരും ഈ പീഡനം ഏറ്റു എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടെ കൊണ്ടുവന്ന് വിശദമായ കത്ത് കൊടുത്താൽ ആ കത്തിന് മറുപടി പറയാൻ
എനിക്ക് അവസരം തരണം എന്ന് സിദ്ദിഖ് പറഞ്ഞാൽ കോടതിക്ക് അത് പറ്റില്ല, നിങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കും. സിദ്ദിഖിൻ്റെ കുറേ പണം കീറും എന്നത് മാത്രം സത്യം. ഇങ്ങനെ കേസ് നീണ്ടു ഇനി പോവും. സിദ്ദിഖിനെ ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് പരാതിക്കാരി റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സൗഹാർദ്ദപരമായി ആ ബന്ധം നിലനിർത്തണമായിരുന്നു. അതാണ് എൻ്റെ പക്ഷം. അപ്പോൾ സിദ്ദിഖിനെ ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹം വിചാരിച്ചാൽ എനിക്കൊരു സിനിമയിലൊക്കെ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടു, മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ വിശ്വസിച്ച് പരാതിക്കാരി മസ്കറ്റ് ഹോട്ടലിലെ റൂമിൽ സിദ്ദിഖ് മാത്രമുള്ളപ്പോൾ വന്നെങ്കിൽ സിദ്ദിഖ് സൗഹാർദ്ദപരമായി ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണമായിരുന്നു. ആക്രാന്തം കാണിച്ചതാണ് ഈ കുഴപ്പമായത്. അല്ലാതെ നീയൊരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ സിനിമാ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാവണം ഇപ്പോൾ മുങ്ങി നടക്കാനും ലക്ഷങ്ങൾ ചെലവിടാനും മാനസിക സംഘർഷം അനുഭവിക്കാനും ഇടയായത് എന്ന് മാത്രം സിദ്ദിഖ് പഠിച്ചാൽ നല്ലത്. നമ്മുടെ പ്രോഗ്രാം കണ്ട പലരും എന്നോട് ചോദിക്കുന്നത്, പീഡകന്മാരുടെ കഥകൾ പറഞ്ഞിട്ടുള്ള താങ്കൾ കളം മാറിയോ എന്നാണ്. ഞാൻ കളം മാറൂല. ഈ ജന്മം പെണ്ണുപിടിയന്മാരോട് സന്ധിയില്ലാത്തവനാണ് ഞാനെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ട. അതിന് ഏത് കൊടി കെട്ടിയവനായാലും ശരി. കാരണം ഞാനൊരു പീഡനത്തിലും ഒരു പെണ്ണിൻ്റെ പുറകെയും പോകാത്തവനായതുകൊണ്ട് ഒരു പീഡകൻ്റെയും കൂടെ നിൽക്കിയില്ല. പക്ഷേ ചതിയിൽ വഞ്ചന പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. പെണ്ണുപിടിയന്മാരോട് സന്ധിയില്ലാത്തവൻ തന്നെയാണ് ഞാൻ. അതിൽ മായം ചേർക്കാൻ ഞാനില്ല. പക്ഷേ ചതിയിൽ വഞ്ചന പാടില്ല. എറണാകുളത്ത് നിന്നും താൻ അഭിനയിച്ച സിനിമയുടെ പ്രിവ്യൂവിന് ഒരു നടൻ എത്തുക, അയാളെ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ പരിചയപ്പെടുക. ഞാൻ സർക്കാരിൻ്റെ മസ്കറ്റ് ഹോട്ടലിൽ താമസിക്കുന്നു, അങ്ങോട്ട് വാ സംസാരിക്കാമെന്ന് സിദ്ദിഖ് പറഞ്ഞിരിക്കാം. ചെന്നു. കൂടെ വന്ന അച്ഛൻ, അമ്മ, കൂട്ടുകാരി എന്നിവരെയൊക്കെ റിസപ്ഷനിലിരുത്തി നടൻ്റെ റൂമിലേക്ക് എന്തുകൊണ്ട് ഈ നടി മാത്രം പോയി? അവിടെയാണ് സംശയങ്ങൾ വരുന്നത്. ഞാൻ കാണാൻ പോകുന്ന നടൻ മാന്യമായി പെരുമാറും എന്ന് ധരിച്ചിരിക്കാം, എന്ത് വിട്ടുവീഴ്ച ചെയ്തു സിനിമയിൽ കയറിപ്പറ്റണം എന്നും കരുതിയിരിക്കാം. അച്ഛനും അമ്മയും കൂട്ടുകാരിയും താഴെ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ മോശമായി സിദ്ദിഖ് പെരുമാറില്ല എന്നും ചിലപ്പോൾ ഈ നടി കരുതിയിരിക്കാം. അപ്പോഴും ഒരു സംശയം, നിർമ്മാതാവോ സംവിധായകനോ അല്ലാത്ത ഒരു വെറും നടൻ്റെ ഹോട്ടൽ മുറിയിൽ ഒരു യുവതി എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? അയാളൊരു വെറും നടനാണ്, മോഹൻലാലോ മമ്മൂട്ടിയോ പോലും അല്ല. അപ്പോൾ അയാളുടെ റൂമിൽ ഒരു നിർമ്മാതാവോ സംവിധായകനോ അല്ല, അയാളുടെ റൂമിൽ അച്ഛനെയും അമ്മയെയും കൂട്ടുകാരിയൊക്കെ റിസപ്ഷനിലിരുത്തിയിട്ട് എന്തിനു പോയി എന്നുള്ളതിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കൂട്ടുകാരിയെങ്കിലും കൂടെ കൂട്ടാമായിരുന്നു എങ്കിൽ സിദ്ദിഖുമായുള്ള സൗഹൃദം ഈ സമയത്തും തുടരാമായിരുന്നു. കേസും പുലിവാലുകളും പിടിപ്പിക്കുന്ന ഒരു നടി എന്ന ലേബൽ തീർച്ചയായും ഈ യുവനടിയുടെ കരിയറിന് ദോഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും അറിഞ്ഞില്ലേ ഈ നടി സിദ്ദിഖിനെ ഇങ്ങനെ കേസിൽപ്പെടുത്തിയ ആളാണ്, അതുകൊണ്ട് അപകടകാരിയാണ്, ഇനി അതുകൊണ്ട് തല കൊണ്ട് വച്ചു കൊടുക്കരുതെന്ന് കോമൺ സെൻസ് ഉള്ളവർ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമെന്നറിയാൻ പാഴു പടുപ്പര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. പീഡനം ക്രൂരമായും പൈശാചികമായും ഉണ്ടെന്നും പീഡനം സിമ്പിളായി ഉണ്ടെന്നും പറയാൻ പറ്റുമോ? പീഡനം എപ്പോഴും വന്നാലേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ പത്രക്കാരൊക്കെ പറയുന്നത് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയും, അല്ല ലൈറ്റായിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിതിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇവിടുത്തെ മീഡിയകൾ ക്രൂരമായ പീഡനം മാത്രമേ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് വേറൊരു സത്യം. ക്രൂരമായ പീഡനമാകുമ്പോൾ തയ്യാറാകാത്തവളുടെ ഡ്രസ്സൊക്കെ വലിച്ചു പറിച്ചിരിക്കണമല്ലോ. എല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അച്ഛനമ്മമാർ കാണുമല്ലോ സ്വാഭാവികമായി. മോളുടെ ഡ്രസ്സിലെ ഉടവും ചുളുക്കും കീറലും തയ്യൽ വിട്ടു പോകലും ഒക്കെ കാണേണ്ടതാണ്. കാരണം അവർ സമ്മതിച്ചിട്ടല്ലല്ലോ പീഡിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കണ്ടേ എന്ത് പറ്റിയെന്ന്? ചോദിച്ചിട്ടില്ല. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കണം, എന്താ മോളെ ഈ ഉടുപ്പൊക്കെ കീറിയിരിക്കണേ, എന്താ ചുളുക്കൊക്കെ വീണിരിക്കണേ, ബലപ്രയോഗം വല്ലതും നടന്നു എന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. അപ്പോൾ പീഡനം നടന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമില്ല. മാത്രമല്ല താഴെ വന്ന് സംഭവം വിവരിക്കുമ്പോൾ സംഗതി വാർത്തയാകും. കാരണം മസ്കറ്റ് ഹോട്ടൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ പെട്ടെന്ന് അത് വാർത്തയാവും. ഒരു സർക്കാർ ഹോട്ടലിൽ ഒരു നടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു നടൻ ഒരു വിടൻ പീഡിപ്പിച്ചുവെങ്കിൽ അത് വാർത്തയാവുമല്ലോ. സ്റ്റാർ ഹോട്ടലായതിനാൽ വിസിറ്റേഴ്സിനെ അന്യൻ്റെ റൂമിലേക്ക് കടത്തിവിടുമായിരിക്കും. സാധാരണ ഹോട്ടലുകളിൽ ചെയ്യാറില്ല, ഇപ്പം BTHലൊന്നും ചെയ്യാറില്ല.
മസ്കറ്റ് ഹോട്ടലിൽ ആര് വന്നാലും കയറിപ്പിക്കോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല, ഞാൻ താമസിച്ചിട്ടില്ല. ക്രൂരമായ പീഡനം കഴിഞ്ഞ് താഴെ എത്തിയോടാൻ റിസപ്ഷനിൽ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത് നിയമപ്രശ്നമായേനെ, സിദ്ദിഖ് ദർബെ ഗുജെ ആയേനെ എന്നുള്ള കാര്യം സത്യം. പക്ഷെ അതുണ്ടായില്ല. അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ പോലീസ് അപ്പോൾ തന്നെ പീഡിതയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് നടത്തും, അതിൽ നിന്നുള്ള തെളിവ് ശേഖരിക്കുമായിരുന്നു. സിദ്ദിഖിൻ്റെ കട്ടയും പടവും എങ്കിൽ മടങ്ങിയനെ 8 വർഷം മുമ്പ് അത് ചെയ്തിരുന്നെങ്കിൽ. ചെയ്തിട്ടില്ല, അതുണ്ടായിട്ടില്ല. സിദ്ദിഖിനെതിരെ 5 തവണ ഫേസ്ബുക്കിൽ 5 രീതിയിൽ എഴുതി പിടിപ്പിച്ചു എന്നാണല്ലോ മുഗൾ റോത്തക്കി സുപ്രീം കോടതി പറഞ്ഞത്. അതെന്തിനാവും ഇങ്ങനെ പല രീതിയിൽ എഴുതിയത്? ഇത് സിനിമയുടെ തിരക്കഥയല്ലല്ലോ, ജീവിതമല്ലേ. എന്തിനാണ് 5 രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു കാര്യം, വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നത് 14 പേരോ മറ്റോ ഈ പരാതിക്കാരിയെ പലതരത്തിൽ പീഡിപ്പിച്ചു എന്ന അവരുടെ തന്നെ തുറന്നു പറച്ചിൽ ഫേസ്ബുക്കിലുണ്ട്. ഒരു പീഡനമാവാം, 2 പീഡനമാവാം, 14 പേർ പീഡിപ്പിച്ചു എന്ന് ആ കുട്ടി തന്നെ ഫേസ്ബുക്കിൽ എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ വരുമ്പോൾ രാമപിള്ള വക്കീൽ ചോദിക്കാതിരിക്കുമോ? 14 പീഡനമായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കില്ലേ? അത് തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു വഴിത്തിരിവാൻ സാധ്യതയുണ്ട്. 14 തവണ പീഡിപ്പിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതും രാമപിള്ള വക്കീലും മുഗൾ റോത്തക്കിയും കോടതിയിൽ പറയാൻ പരാതിക്കാരി തന്നെ ഇട ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഒരു ലൂപ്പ് ഹോൾ കേസിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വന്തം കാട് വളർത്തൽ കഥയുണ്ടല്ലോ, സ്വന്തം ശരീരത്തിൽ രോമാവൃതമായ കാണിക്കാൻ പാടില്ലാത്തിടം സ്വയം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് ഞാൻ നട്ടു വളർത്തുന്ന കാടാണ് എന്നിട്ടിരിക്കുന്നത് കോടതി വരും. എപ്പോഴേ രാമപിള്ള വക്കീലൊക്കെ അത് ആ ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിച്ചിരിക്കും. ഇനി അതിനെ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഗുണത്തേക്കാൾ ദോഷം വരാം. ഒരു കേസിന് പോവുകയാണെങ്കിൽ ഇതൊക്കെ ആദ്യമേ അന്വേഷിക്കണം, ചിന്തിക്കണമായിരുന്നു. സിദ്ദിഖിൻ്റെ പെരുമാറ്റത്തോടെ മാനസിക ചികിത്സ തേടേണ്ടി വന്നു എന്ന് ആ യുവതിയുടെ പരാതിയിൽ പറയുന്നു. അതേ എന്ന് പറയണോ അല്ല എന്ന് പറയണോ എന്നാണ് എനിക്ക് സംശയം. കാരണം ആ കുട്ടി പറയുന്നത് ഈ പീഡനത്തോടു കൂടി ഞാൻ മാനസികമായി തകർന്നു പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം പഠിക്കുന്ന കാലത്ത് കൂടെ താമസിക്കുന്ന സഹപാഠിയുടെ ഡ്രസ്സ് മാറുന്ന, ന്യൂഡായിട്ട് നിന്ന് ഡ്രസ്സ് മാറുന്ന സമയത്ത് എടുത്ത നഗ്ന ഫോട്ടോകളുടെ പേരിൽ ഫോട്ടോ എടുത്തു ഈ പെൺകുട്ടി. ഈ യുവതിയെ കോളേജിൽ നിന്നല്ല, ചൈനയിൽ നിന്ന് അവിടുത്തെ സർക്കാർ പുറത്താക്കിയ ഒരു ചരിത്രം പലരും പറയുന്നു. സത്യമല്ല എന്ന് ആ കുട്ടി പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. ഞാനങ്ങനെ ചൈനയിൽ വെച്ച് ഒരു സഹപാഠിയുടെയും ന്യൂഡ് ഫോട്ടോ എടുത്തിട്ടില്ല, ഒരു സഹപാഠിയും കേസ് കൊടുത്തിട്ടില്ല, എന്നെ ചൈനയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് ഈ നേരം വരെയും ആ കുട്ടി പറഞ്ഞിട്ടില്ല. ഡോക്ടറാകാൻ പോയിട്ട് സഹപാഠിയുടെ മോശം ഫോട്ടോ എടുത്ത പ്രശ്നത്തിൽ മാനസികമായി തളർന്നതിനാൽ ഉണ്ടായ പ്രശ്നമായിക്കൂടെ? അങ്ങനെ അഥവാ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സയ്ക്ക് പോയെങ്കിൽ അതിനായിരിക്കുമെന്ന് കോടതിയിൽ രാമപിള്ള വക്കീൽ വാദിച്ചാൽ നോ എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്കറിയില്ല. ചൈനയിലല്ല, അങ്ങ് അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയാലും തനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഹോട്ടൽ മുറിയിൽ തനിച്ചു ചെന്നാൽ എന്നെ പീഡിപ്പിച്ചാൽ പ്രശ്നമാണ് എന്നാണോ കോടതി ധരിക്കേണ്ടതെന്ന് ആ കുട്ടിയാണ് ആലോചിക്കേണ്ടത്. ഇതെല്ലാം കോടതി വരും, ഉറപ്പായിട്ട് വരും. പിന്നെ മസ്കറ്റ് ഹോട്ടലിലെ ചില്ലുവാതിൽ വഴി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാനാവുന്നതാണ് സിദ്ദിഖ് താമസിച്ച മുറിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ കുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത്, മസ്കറ്റ് ഹോട്ടലിലെ ഒരു റൂമിലെ ചില്ല് ജാലകത്തിലൂടെ അല്ല സ്വിമ്മിംഗ് പൂളിലേക്ക് 10-25 റൂമിൽ താമസിച്ചാലും ചില്ല് ജാലകം കാണാൻ പറ്റും. പിന്നെ ചോറും മീനും മീൻകറിയും തൈരും വാങ്ങി മുറിയെടുത്ത ആൾ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടിരിക്കുന്നതും ഒരു മോശം സ്വഭാവമല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാറ് കഴിക്കൂ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങണമായിരുന്നു. പക്ഷെ അദ്ദേഹം ചോറ് മീൻ തൈരൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നത് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി പീഡിപ്പിച്ചു എന്ന് തന്നെ വയ്ക്കാം. എല്ലാം കഴിഞ്ഞ് താഴെ റിസപ്ഷനിൽ വരുമ്പോൾ എത്ര നല്ല അഭിനേതാവായാലും ഒരമ്മയ്ക്കെങ്കിലും മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് അറിയാനാകും. എന്തേ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അതറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഒരാളിനെ കാണാൻ അയാളെടുത്ത മുറിയിൽ പോയിട്ട് നീ എന്താ ഇത്ര താമസിച്ചതെന്ന് രക്ഷിതാക്കളെങ്കിലും തിരക്കണമായിരുന്നു അന്ന് 8 വർഷം മുമ്പ്. തിരക്കിയില്ല എന്നാണ് ഇതുവരെയും എനിക്ക് മനസ്സിലായത്. എല്ലാം കഴിഞ്ഞിട്ട് പീഡനമാണ് എന്ന് കൂട്ടുകാരിയോട്
കഥ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ കഴിഞ്ഞ് തെളിവെല്ലാം പോയ ശേഷം അവിടെ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് കൂട്ടുകാരോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് കോടതിയിൽ എത്ര വിശ്വാസ്യതയാവുമെന്ന് എനിക്കറിയില്ല. എന്നിട്ടോ ഫേസ്ബുക്കിലിട്ട് കളിക്കാൻ പേടിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നവരെ ധൈര്യമില്ലാതെ പോയതിനാണ് അത്രേ ഇപ്പോൾ ഇതിനിറങ്ങിയതെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ജസ്റ്റിസ് ബേല എം ത്രിവേദിയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയ്ക്കും ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ ഫേസ്ബുക്കിൽ 5 തവണയോ 6 തവണയോ എന്തൊക്കെയോ എഴുതി വിട്ടല്ലോ, എന്നിട്ട് ഹേമ കമ്മിറ്റി വന്നപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ധൈര്യം വന്നത് എന്നവർ ചോദിച്ചു. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണ് അത്രേ സിദ്ദിഖ്. ശരിക്കും ഇതറിഞ്ഞപ്പോൾ സിദ്ദിഖ് പോലും ചിരിച്ച് മണ്ണ് കപ്പിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതി കൊടുത്ത പെൺകുട്ടിയുടെ വക്കീൽ ബൃന്ദ ഗ്രോവർ കോടതി പറഞ്ഞതാണിത്. ഈ നടൻ ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ഒളിവിലിരുന്നെങ്കിലും സിദ്ദിഖ് ചിരിച്ചു കാണും, പൊട്ടി പൊട്ടി ചിരിച്ചു കാണും. സൂപ്പർ സ്റ്റാർ ആയതിനാലാണത്രേ പരാതി വൈകാൻ കാരണമായത്. പരാതിക്കാരിയുടെ വക്കീലിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ലേ എന്നാണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ അജീഷ് കളത്തിൽ എന്ന് പറഞ്ഞ യുവ വക്കീല് പത്രക്കാരുടെ മുന്നിൽ, ചാനലുകളുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത്. ഞാൻ ആ നടിക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ലേ എന്നാണ് പറഞ്ഞത്. ബൃന്ദ ഗ്രോവർ എന്ന് പറഞ്ഞ സീനിയർ വക്കീലാണ് ഈ നടിക്ക് വേണ്ടി ഹാജരായത്. പരാതിക്കാരി സിദ്ദിഖിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിശദമാക്കാതെ ബൃന്ദ ഗ്രോവർ കോടതിയിൽ പറയാനിടയില്ല. എന്തായാലും അറസ്റ്റ് പൊളിഞ്ഞു. ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്ന ബൃന്ദ ഗ്രോവർ ഈ നടി പറഞ്ഞു കൊടുക്കാതെ സിദ്ദിഖ് സൂപ്പർ സ്റ്റാറാണെന്ന് കോടതി പറയില്ലല്ലോ. ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മ വരും. സിദ്ദിഖിൻ്റെ മകനാണ് സുപ്രീം കോടതിയിൽ ബാപ്പയ്ക്ക് ജാമ്യം കിട്ടുമോ എന്നറിയാൻ പോയത്. കൂടെ ചിലപ്പോൾ രാമപിള്ള വക്കീലിൻ്റെ ഒരു ശിഷ്യനും പോയി കാണാം. വിധി അറിഞ്ഞ ശേഷം പുറത്തു വന്ന സിദ്ദിഖിൻ്റെ മകനെ ക്യാമറ സംഘം വളയുന്നു. സത്യത്തിൽ ആ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ, ഒരു അച്ഛൻ ചെയ്യുന്ന പോക്കൃത്തനത്തിന്. പക്ഷെ ആ മകൻ ഇത്ര പക്വതയോടെയാണെന്നറിയോ സംസാരിക്കുന്നത്. പാപ്പയ്ക്ക് ഇഷ്ടം പോലെ കാശുള്ളതിനാലാണ് റോത്തക്കിയെ വയ്ക്കാനായത് എന്ന് ആ മകനെങ്കിലും അറിയാമായിരിക്കും. അയാളായിരിക്കുമല്ലോ കാശ് കൊണ്ട് കൊടുത്തത്. ഇവിടെ രാമപിള്ള സാറിൻ്റെ അടുത്ത് പോയതും നന്നായി എന്ന് ഞാൻ പറയും. ഞാൻ പറയാൻ വന്നത് അതല്ല. പിള്ളേരൊക്കെ തലയെടുത്താൽ പിന്നെ കുറച്ചൊക്കെ നന്നാവണ്ടേ സിദ്ദിഖേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മോള് വളർന്നു വരുന്നു, 2ാം ഭാര്യയിലൊരു മോളാണല്ലോ. ആ ബോധമെങ്കിലും ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് സിദ്ദിഖിന് ഉണ്ടാവണമായിരുന്നു. ഇനി എത്ര കോടി കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും, ഇഷ്ടംപോലെ സ്വത്തുവകകളുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് ഒരുപാട് വീടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും, സ്ത്രീ പീഡന കേസിൽ മുങ്ങി നടന്ന ബാപ്പയുടെ മകൾ എന്നത് ആ കുട്ടിയെ എത്രമാത്രം വേദനിപ്പിക്കും എന്ന് ബാപ്പയായ സിദ്ദിഖ് ആലോചിക്കേണ്ടതാണ്. ഇനിയെങ്കിലും സിദ്ദിഖ് അത് ആലോചിക്കണം. ഞാൻ കാണിച്ച വിഡ്ഢിത്തനം കൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പെണ്ണിനോടൊപ്പം മസ്കറ്റ് ഹോട്ടലിൽ വേണ്ടിയില്ലാത്ത പ്രവൃത്തികൾ ചെയ്തുവെങ്കിൽ ഇപ്പോൾ സിദ്ദിഖ് വിഷമിക്കുന്നുണ്ടാവും. കാരണം എൻ്റെ മകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്നെങ്കിലും അയാൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണ് വഞ്ചനയിൽ ചതി പാടില്ല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഐസ്ക്രീം കുടിച്ചാൽ നമ്മൾ കാശ് കൊടുക്കണം. ഒരു പാർലറിൽ കയറി ഐസ്ക്രീം കുടിച്ചാൽ കാശ് കൊടുക്കണം. അങ്ങനെ കുറച്ച് സമയത്ത് കൃത്യമായി അങ്ങനെ ഐസ്ക്രീം കുടിച്ചാൽ കാശ് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ പഴയ ഒരു മന്ത്രി നാണം കെട്ടതുപോലെ ആവും. വർഷം 10-20 കഴിഞ്ഞിട്ടും ഇപ്പോഴും ഐസ്ക്രീം വേണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ മന്ത്രിയുടെ മുഖം മലയാളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ തെളിഞ്ഞു വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ ഓർമ്മ വരും ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീം കുടിച്ചുവെങ്കിൽ അന്ന് ആ മന്ത്രി നേരത്തെ പിന്നീട് കൊടുത്ത പൈസ, വീട് വയ്ക്കാനും ജീവിക്കാനും ഒക്കെ കൊടുത്ത പൈസ മുൻപേ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നാണം കെടാതെ രക്ഷപ്പെടാമായിരുന്നു. അതൊക്കെ ഒരു സിദ്ദിഖിനൊരു ഗുണപാഠമാകണമായിരുന്നു. പുതിയ വേഷത്തിനായി ചർച്ചയ്ക്ക് സിദ്ദിഖ് താമസിക്കുന്ന മുറിയിൽ വാദത്തിനായി ആ പരാതിക്കാരി വന്നു എന്ന് തന്നെ വെച്ചോ. ഞാൻ നല്ല ചില വേഷങ്ങൾ ഒപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന മണ്ടന്മാരുണ്ട്, മരമണ്ടന്മാരുണ്ട് സിനിമയിൽ. പിന്നെ രഞ്ജിത്തിനെയും രഞ്ജി പണിക്കരെയും വി ഉണ്ണികൃഷ്ണനെയൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. അവരോടും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. ചില ഈ പറഞ്ഞ സിനിമാ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോടൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ ന്യായമാണ്. സിദ്ദിഖ് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നോ പറയില്ല, രഞ്ജി പണിക്കർ പറയില്ല, രഞ്ജിത്ത് പറയില്ല. അവരോടൊക്കെ ഞാൻ പറയാം കേട്ടോ, നിനക്ക്
ചെറിയ വേഷങ്ങൾ തരാൻ ഞാൻ പറയാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഡേറ്റുകൾ കൊടുക്കുന്ന പല മരമണ്ടന്മാരോടും ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? എനിക്കിഷ്ടമുള്ള ചിലതുണ്ട്, അത് സമ്മതിച്ചാൽ ഞാൻ വേഷം വാങ്ങിത്തരാമെന്ന് സിദ്ദിഖ് പറഞ്ഞാൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ഈ കുട്ടിയെ മുൻ പരിചയമില്ലല്ലോ, അയാളുടെ ബന്ധുവല്ല, സ്വന്തമല്ല, സമുദായമല്ല. നിനക്ക് ഞാൻ ഗീവ് ആൻഡ് ടേക്ക് എന്നല്ലേ പറയുന്നത്. നിനക്ക് ഞാനൊരു സഹായം ചെയ്യാം, നിനക്ക് ഒരു 2-3 പടത്തിൽ അവസരം വാങ്ങിച്ചു തരാം, പക്ഷെ തിരിച്ച് നീ എനിക്കെന്ത് തരും എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾക്ക് വയ്ക്കാം. എനിക്കിങ്ങനെയുള്ള പരസ്പര സഹായ വേഷം വേണ്ട സാർ, അല്ലെങ്കിൽ വേണ്ട ഇക്ക, സിദ്ദിഖിക്ക, എനിക്ക് എൻ്റെ ശരീരം വിറ്റ് എനിക്ക് നിങ്ങളുടെ കോപ്പിലെ വേഷം വേണ്ട എന്ന് ആ പെൺകുട്ടി പറഞ്ഞോ എന്നെനിക്കറിയില്ല. പറഞ്ഞെങ്കിൽ അവിടെ ബൈ പറഞ്ഞ് ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കിയിരുന്നെങ്കിലും സിദ്ദിഖിന് ഇന്നത്തെ പുലിവാല് പിടിക്കാതിരിക്കാമായിരുന്നു. അല്ല, എനിക്ക് സമ്മതമാണ് ഇക്ക 2-3 സിനിമകളിൽ ശ്രദ്ധിക്കുന്ന ഓരോ വേഷം വാങ്ങി തന്നാൽ സമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കാൻ സിദ്ദിഖ് ബാധ്യസ്ഥനാണ്. കാരണം ചതിയിൽ വഞ്ചന പാടില്ല. ഇപ്പം തന്നെ നമ്മുടെ കൊല്ലം MLA തൻ്റെ കരിയർ മുഴുവൻ ഒരു പെണ്ണുമ്പിള്ളയെ കൊണ്ട് കളഞ്ഞു കുളിച്ചു. ഞാൻ ഇനി അത് വീണ്ടും വീണ്ടും നമ്മൾ ശവത്തി കുത്തണത്. ഇനി പിണറായി വിജയൻ്റെ മുന്നിൽ പോകാൻ പറ്റുമോ മുകേഷിന്? കടക്ക് പുറത്തൊന്നും പറയില്ലേ പഹയൻ? പറയും, ഉറപ്പായിട്ട് പറയും. പീഡിപ്പിച്ചിട്ടും മുകേഷേട്ടാ ഞാനിതാ ഉമ്മ അയക്കണം, ഉമ്മ എന്ന് പറഞ്ഞിട്ട് നാഴിക്ക് 40 വട്ടം എഴുതി അയച്ച നല്ലവളായ ആ പീഡകയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഒരു 25,000 രൂപ തിരക്കിയപ്പോൾ മുകേഷ് കൊടുത്തിരുന്നെങ്കിൽ മഹാനക്കിയല്ലേ. ഈ മുകേഷും സിദ്ദിഖും ഒക്കെ നക്കികളാണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ എത്ര ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നു സിദ്ദിഖിന് ഏറ്റവും കുറഞ്ഞത് ഒരു 1 കോടി രൂപ ഇപ്പോൾ പോയി കാണും. മുകളുടെ ഒത്തക്കൊക്കെ ആകുമ്പോൾ 50 ലക്ഷം രൂപ കൊടുക്കാതെ അദ്ദേഹം ഒരു ഇതിന് വരില്ല. ഒരു തവണ കോടതി വരണമെങ്കിൽ 50 ലക്ഷം രൂപയെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും. രാമപിള്ള സാറും 25 ലക്ഷമെങ്കിലും വാങ്ങിച്ചു കാണും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും മുങ്ങാനുള്ള ചിലവ്, മറ്റേ ചിലവ്, മറിച്ച ചിലവ് എല്ലാം കൂടി 1 കോടി രൂപ സിദ്ദിഖിന് പോയി കാണും. നേരെ മറിച്ച് അതിൽ 1 ലക്ഷം രൂപ ചിലവാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ സിദ്ദിഖിന് ഈ പാര വരില്ലായിരുന്നു. ഇത് തന്നെയാണ് മുകേഷിൻ്റെ പ്രശ്നം. മുകേഷ് ചേട്ടാ ഉമ്മ ഒരു 25,000 രൂപ വരുമോ എന്ന് കേട്ടപ്പോൾ ആ 25,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പോൾ ആണെങ്കിൽ ലക്ഷങ്ങൾ കയ്യിൽ നിന്നും പോയി, നാണവും കെട്ടു. MLA സ്ഥാനം ഇനി കിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പഞ്ചസാര എന്ന് എഴുതിയിട്ട് ആരെങ്കിലും മധുരമുള്ളതെന്ന് ബ്രാക്കറ്റ് എഴുതും. മുകേഷിൻ്റെ രാഷ്ട്രീയം തീർന്നു. അടുത്ത മന്ത്രിസഭയിൽ ഇടതുപക്ഷ മന്ത്രിസഭ തന്നെ അടുത്ത പണിയും വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറുവശത്തിരിക്കുന്ന 2 മഹാന്മാരെ നിങ്ങൾ ആലോചിക്കുക. ഒന്ന് VD സതീശൻ, ഒന്ന് K സുരേന്ദ്രൻ. പിണറായിയുടെ നല്ല സമയമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പിണറായിയുടെ മന്ത്രിസഭ 3ാമതും വരികയാണെങ്കിൽ വരരുതേന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം 2ാമത്തെ തവണ ആയപ്പോൾ തന്നെ ഇത്രയും കുളമാക്കി പാർട്ടിയെ. ഇനി 3ാമതും കൂടെ വന്ന് ചച്ചളമാക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും എനിക്ക് കള്ളം പറയാൻ വയ്യ. വോട്ട് ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വോട്ട് ചെയ്യാൻ പോയാൽ എനിക്ക് എൻ്റെ പാർട്ടിക്കല്ലാതെ എനിക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ കൂതറകളെ കൂടെ ഇപ്പോഴും നടക്കുന്നത് എന്നതാണ് എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് പേരുടെ വിഷമമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഉമ്മ അയച്ച ആ സ്ത്രീക്ക് ഒരു 25,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങളെ കയ്യിൽ നിന്ന് പോവുകയില്ലായിരുന്നു. MLA സ്ഥാനവും പോകില്ലായിരുന്നു. അടുത്ത മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ്. ഈ സംസ്കാരമില്ലാത്ത കേസിൽപ്പെട്ടത് ആജീവനാന്തം 25,000 കൊടുത്തെങ്കിലും പ്രശ്നം ഒതുക്കാമായിരുന്നു. പക്ഷേ ഫ്രീ ആയിട്ട് കൊറിയറിൽ ഉമ്മയെങ്കിലും കിട്ടുമായിരുന്നു, അതും പോയി കിട്ടി. ഇനിയിപ്പോൾ അടിയും കൊണ്ട് പുളിയും കുടിച്ചതുപോലെ മുകേഷ് നടക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം സിനിമയിൽ നിന്ന് ഏതാണ്ട് റിട്ടയർമെൻ്റ് ആയി തുടങ്ങിയല്ലോ, അച്ഛൻ വേഷങ്ങളിലേക്ക് മാറി തുടങ്ങി. അതിനി ഗ്രാജുവലായിട്ട് സിനിമ കുറയും. പക്ഷേ അടുത്തൊരു മിനിസ്ട്രി വരികയാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയനെ, ഉറപ്പായിട്ടും ആയനെ. കാരണം 3ാം തവണ ജയിച്ചാൽ മന്ത്രിയാക്കിയെന്നെ. ഇടവേള ബാബുവിനെ പറ്റിയും അല്ലെങ്കിൽ ഇടവേള ബാബുവിന് പറ്റും ഇതൊക്കെ തന്നെയെന്ന് പറയാം. ഇരിഞ്ഞാലക്കുടയിലെ സ്വന്തം ഡ്രൈ ക്ലീനേഴ്സ് ആണെന്ന് കരുതി ബാബു അമ്മയുടെ ആഫീസ് അങ്ങനെ കരുതി. അതാണ് പ്രശ്നം. എന്നെ ഡ്രൈ ക്ലീനേഴ്സ് ഓഫീസ് പോലെ തന്നെ അമ്മയുടെ ആഫീസ് എന്ന് വിചാരിച്ചു. സഹകരിച്ചാൽ അമ്മയുടെ മെമ്പർഷിപ്പ് പറയാൻ പാടില്ലായിരുന്നു. ഇതാ പറയുന്നത്, ചതിയിൽ വഞ്ചന പാടില്ല എന്ന്. ബാബുവിനറിയാമല്ലോ. 2 ലക്ഷമോ 5 ലക്ഷമോ തവണ ഇപ്പോൾ അമ്മയിലെ മെമ്പർഷിപ്പ്. ഒരു തവണ എൻ്റെ കൂടെ വന്നാൽ
അമ്മയിലെ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിൽ, ബാബു പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കേസ് പെട്ട ശേഷം ഇതുവരെ ബാബുവിനെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. ഞാൻ വിളിച്ചെന്ത് ചോദിക്കാം, ബാബു നീ ആ പെണ്ണിനോട് അമ്മയിലെ മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞോ, നിന്റെ കുടുംബമായാണ് അമ്മ എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ടി വരും. എന്തിനാ നീ പിണങ്ങണേ? ഇനി ബാബുവിനും അമ്മ ജനറൽ സെക്രട്ടറി പദം സ്വപ്നം കാണണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം അടയാണ്, ഇതോടുകൂടി തീരുകയാണ് ഇതെല്ലാം. നോമിനേഷൻ കൊടുക്കാൻ ഇടവേള ബാബു ഇറങ്ങിയാൽ ഷമി തിലകൻ തലയിൽ ലുങ്കി കെട്ടി ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കൂടെ നിൽക്കുന്നുവെന്ന് ബാബു മാത്രമല്ല, ബാബുവും സിദ്ദിഖും ഒക്കെ വിശ്വസിക്കുന്ന അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാല്, ജഗദീഷ്, ചേർത്തല ജയൻ ഇവരൊക്കെ ഇറങ്ങും സിദ്ദിഖിനും മുകേഷിനും ഒക്കെ ഇടവേള ബാബുവിനും ഒക്കെ എതിരെ എന്ന് ഉറപ്പാണ്. ഇതൊക്കെ ചതിയിൽ വഞ്ചന പാടില്ല എന്ന വിഷയത്തിൽ പറ്റുന്ന പറ്റാണ്. സിനിമയിൽ ഇതൊക്കെ ഇല്ലെന്നോ, ഇനി ഹേമ കമ്മിറ്റിയും ICC വന്നതുകൊണ്ട് ഇതൊക്കെ അവസാനിച്ചെന്നോ വല്ല പൊട്ടന്മാരോടും പോയി പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും. ഞാൻ വിശ്വസിക്കില്ല. പറയാമല്ലേ, ഒരു മാന്യനായ നടൻ, അദ്ദേഹം ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനിടയിൽ തന്നെ ഭാര്യയ്ക്ക് വിവരം കിട്ടി, ഇയാളിപ്പോൾ രണ്ടാം ഭാര്യയെ പോലെ വേറൊരു നായികയെ, അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന നായികയെ കൊണ്ടു നടക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ വന്ന് കുളിച്ചെടുത്ത് ഒരുപാട് കാലത്തിന് ശേഷം ഭാര്യയെ കാണുന്നതല്ലേ, കിടക്കാൻ വന്നപ്പോൾ ഭാര്യ കട്ടിൽ മാറി അപ്പുറത്ത് പോയി കിടന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കരുത് നീ ആ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഈ നടൻ തന്നെ എനിക്ക് വളരെ വിശ്വസ്തനായ ഒരാളിനോട് ഈ കഥ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു കട്ടിൽ മാറി കിടന്നപ്പോൾ, എന്താ നീ അങ്ങനെ മാറി കിടക്കണം എന്ന് വെച്ചുമ്പോൾ, ഇനി ഇയാൾ എൻ്റെ അടുത്ത് കിടക്കണമെങ്കിൽ രക്തം പരിശോധിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങളുടെ രക്തമെന്ന് എന്നെ കാണിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നിങ്ങളൊരു സിനിമ നടിയുമായിട്ടല്ലേ ഇപ്പം ഭാര്യയായിട്ട് ജീവിക്കുന്നത് കുറേ കാലമായിട്ട്, പക്ഷേ സെറ്റുകളിൽ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കിടക്കണമെങ്കിൽ രക്തം പരിശോധിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇത് എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരാളിനോട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗുരുനാഥനോട് കരഞ്ഞുകൊണ്ട് ഈ നടൻ പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, രാജാവ് സത്യസന്ധനായാൽ മാത്രം പോരാ, പ്രതികളെ കൂടി അല്ലെങ്കിൽ പ്രജകളെ കൂടി ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലേൽ പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ സംശയത്തിൻ്റെ കൂരമ്പ് മൂക്കിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കും എന്നാണ് ഈ ഭാര്യ ഭർത്താവിനെ സംശയിച്ച കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇനിയും വേണമെങ്കിൽ ചതിയിൽ വഞ്ചന കാണിക്കാത്ത ആളുകളുടെ കഥ വേണമെങ്കിൽ പറയാം, ചതിയിൽ വഞ്ചന കാണിച്ചവരുടെ കഥ വേണമെങ്കിൽ പറയാം. എനിക്ക് സിനിമാ രംഗത്തുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം വലിയ താരങ്ങൾക്ക് മാമാപ്പണി ചെയ്യലാണ് ഇയാളുടെ പ്രധാന ജോലി. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഒരാളെ പരിചയപ്പെട്ടിട്ടില്ല, എനിക്കിഷ്ടമല്ല. അതാണ് പ്രശ്നം. അവൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ പളക്ക് കഷണ്ടി തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ മാമാപ്പണി ചെയ്ത് ജീവിക്കുന്നവനാണെന്ന്. എന്ത് അന്തസ്സായിട്ട് അവൻ അഭിനയിക്കാൻ അറിയാം, അഭിനയിച്ച് ജീവിക്കാം, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജീവിക്കാം. പക്ഷേ അയാൾ മാമാപ്പണി ചെയ്യും. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാമനായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ പരിചയത്തിലുള്ള ഒരു വ്യവസായ പ്രമുഖൻ്റെ മകൾക്ക് കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സുഹൃത്തിനോട് ഈ മാമ എക്സിക്യൂട്ടീവ് പറഞ്ഞു, നമ്മുടെ പ്രശസ്തമായ വേറൊരു സംസ്ഥാനത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ ഞങ്ങളൊരു 100 ദിവസം അവിടെയുണ്ട്. അവിടെ വന്നാൽ കാര്യങ്ങൾ സംസാരിച്ചാൽ ആ സൂപ്പർ സ്റ്റാർ വിചാരിച്ചാൽ വേഷം കിട്ടും, ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ മകൾക്ക്. ചതിയിൽ വഞ്ചന കാണിക്കാത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ അവിടം വരെ വരണോ? അവിടം വരെ നിങ്ങൾ വരരുത്, നിങ്ങളുടെ ഭാര്യയെ വരാൻ പറയും. പക്ഷേ ഭാര്യയെ ഒറ്റയ്ക്ക് വിടരുത്. അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരാളെ കൂടെ, ഒരു ലേഡിയെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് വരുന്നത് ശരിയല്ല സിനിമയിൽ. അപ്പം ഞാൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിലും എന്നെ വിശ്വസിച്ച് നീ അയച്ചാലും നീയും സംശയിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഒരാളെ കൂടെ വിടും. അപ്പോൾ ഈ ഭാര്യയ്ക്ക് സീരിയൽ രംഗത്തുള്ള ഒരു അമ്മ നടിയെ പരിചയമുണ്ട്. രണ്ടുപേരും എറണാകുളത്തുകാരാണ്. അപ്പോൾ ഈ അമ്മ നടിയോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാനായിട്ട് വേറൊരു സംസ്ഥാനത്ത് വലിയ സ്റ്റുഡിയോയിൽ പോകുന്നു, എൻ്റെ കൂടെ ചേച്ചിക്ക് വരാമോ? പിന്നെന്താ. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ നടി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു. മറ്റേ മോളെ അഭിനയിപ്പിക്കാനുള്ള അമ്മ എത്തി. അമ്മ യാത്ര അയക്കാൻ പറഞ്ഞാൽ ആരൊക്കെയെന്ന് പറയും, ഭർത്താവ്,
മക്കളെല്ലാം കൂടി കൊണ്ടുവന്ന് അമ്മയെ യാത്ര അയക്കുന്നു ഈ ആൻറ്റിയുടെ കൂടെ. അപ്പോൾ ആൻറ്റിക്ക് സന്തോഷം, കാരണം ആ സ്റ്റുഡിയോ കാണണമെന്ന് ഒരുപാട് കാലമായി ആലോചിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരാളാണ്. അതിലൊന്നും പോകാൻ പറ്റിയില്ല. ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ പോകാമല്ലോ. അങ്ങനെ ഇവർ 2 പെണ്ണുങ്ങൾ കൂടി ഫ്ലൈറ്റിൽ കയറി പറന്നു. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മറ്റേ മാമൻ വന്ന് നിൽപ്പുണ്ട്, എക്സിക്യൂട്ടീവ്. മാമൻ അവരെ തണുപ്പിച്ച കാറ് കയറ്റി ആ സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അതിലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് റൂം കൊടുത്തു. 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ ആലോചിച്ചു, 2 പേരും ഒരു റൂമിലാക്കി. താരം വരട്ടെ, പരിചയപ്പെടുത്താം. അപ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷം. എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ എന്തൊരു മനുഷ്യൻ, നമ്മളെ കൊണ്ടൊന്ന് 5 നക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ചു. 1-2 മണിക്കൂർ കഴിയുമ്പോൾ താരമെത്തി എന്നുള്ള അറിയിപ്പ് വന്നു. ഈ മാമൻ തന്നെ വന്ന് ഇവരെ 2 പേരും കൂട്ടി താരത്തിൻ്റെ റൂമിലേക്ക് ചെന്നു. സംസാരിച്ച് പരിചയപ്പെട്ടു. ഇതിനിടയിൽ ഈ സീരിയലിലെ അമ്മ നടി ഒരു അബദ്ധം കാണിച്ചു. അവർ പറഞ്ഞു, സാറ് താമസിക്കുന്നതിൻ്റെ എതിർവശത്തുള്ള ഒരു ഫ്ലാറ്റില്ലേ, ആ ഫ്ലാറ്റിൽ എൻ്റെ സഹോദരൻ താമസമുണ്ട്. ഞാൻ അവിടെ വരുമ്പോഴൊക്കെ ജനാലയിലൂടെ താങ്കളുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കാറുണ്ട്. അത് ശരി, ഇത്ര വണ്ടിയുള്ള സാറിൻ്റെ മുറ്റത്ത് കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ താരം അപ്പം തന്നെ ഒരു കുറി ഇട്ടിരിക്കുമല്ലോ. കാരണം ഈ പറയുന്ന അമ്മ താരം അവരുടെ സഹോദരൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അവരൊക്കെ ഒരു ഗ്യാപ്പ് ഇടണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അല്ലെങ്കിൽ ഗ്യാപ്പ് ഇടില്ലായിരുന്നു. അപ്പോൾ അമ്മ താരം ചോദിച്ചു, ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. 2 പേരും കൂടി അദ്ദേഹത്തിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നെടുത്തു. പിന്നെ ഒറ്റയ്ക്ക് ഇഷ്ടംപോലെ പടം എടുത്ത് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാമ എക്സിക്യൂട്ടീവ് പറഞ്ഞു, ചേച്ചി വായിച്ച് നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം, അവർ മറ്റേ ചാൻസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കട്ടെ. ഈ ചേച്ചി മാമൻ താരത്തിൻ്റെ കൂടെ റൂമിലേക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ കുട്ടിയെ അഭിനയിപ്പിക്കാനുള്ള അമ്മത്താരം ഒന്നും പറയാൻ ഒക്കില്ല, ഒരു താരമല്ലല്ലോ, അമ്മ റൂമിലേക്ക് വന്നു. അപ്പോൾ തന്നെ മാമൻ എക്സിക്യൂട്ടീവ് പുറത്തേക്ക് ഇറങ്ങി, കാണാമേ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങി അങ്ങ് പോയിട്ട് സൂപ്പർ താരത്തിനെയും കൊണ്ട് ലൊക്കേഷനിലേക്ക് പോയി കാണും. ഹോട്ടലിനടുത്ത് തന്നെയല്ലോ ഫ്ലോറൊക്കെ. അപ്പോൾ ഈ അമ്മ താരം ചോദിച്ചു, മറ്റേ സൂപ്പർ താരം എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി തെറ്റാതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ ഞങ്ങളവിടെ ഇടപഴകി എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു, ഒരു മടിയും ഇല്ലാതെ. അപ്പോൾ ഈ അമ്മ താരം കൈവച്ചു, കാരണം ഞങ്ങൾ സീരിയലിലൊക്കെ ഉള്ളവരാണ്, ഇതൊക്കെ പറയാൻ പോലും മടിക്കുന്നവർ. ഒരു കുടുംബിനിയായ അമ്മ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു കാര്യങ്ങളെന്ന് അതിശയത്തോടെ ഇരുന്നു. അവർ ഒരുപാട് TV ഒക്കെ കണ്ട് ഒരുപാട് നേരം കഴിഞ്ഞ് രാത്രിയായി. വീണ്ടും മറ്റേ മാമ എക്സിക്യൂട്ടീവ് വന്നു, 2 പേരും വിളിച്ചു, സാർ വന്നിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാം. 5 സ്റ്റാർ ഹോട്ടലിലെ ഡിന്നർ കഴിക്കാനായിട്ട് ഹാളിലേക്കൊക്കെ കയറി അദ്ദേഹം വന്നു. 4 പേരും കൂടി ഇരുന്ന് ആഹാരം കഴിച്ചു. അവിടേക്കാണ് ഈ മാമൻ എക്സിക്യൂട്ടീവിനുള്ള പവർ. അവൻ ഇരുത്തിയിരിക്കുക, കൂടെ ഇരുത്തി 5 സ്റ്റാർ ഹോട്ടലിലെ ആഹാരം അവൻ ഞണ്ണു. ചിലപ്പോൾ അതിൻ്റെ സംവിധായകൻ ഞണ്ണു എന്ന് എനിക്ക് സംശയമാണ്. ആഹാരമെല്ലാം കഴിഞ്ഞു. അവരെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേച്ചി ആ രാവിലെ ഉച്ചയ്ക്ക് നടന്ന ഡിസ്കഷൻ്റെ ബാക്കിയുണ്ട്, ചേച്ചി റൂമിൽ പോയിക്കോ, അവരങ്ങ് വന്നോളൂ. എന്നിട്ട് എക്സിക്യൂട്ടീവ് വേറെ വല്ലവനാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആ റൂമിൽ കയറും. പക്ഷേ ഇയാൾ ആ ചേട്ടത്തിനെ കാണിച്ചില്ല, അയാളങ്ങ് പോയി. ഈ അമ്മ താരത്തിനെ മാത്രം റൂമിലാക്കിയിട്ട് അയാൾ പോയി. നേരം വെളുത്തപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വന്ന് ചേച്ചി നമുക്ക് പോവാം. വന്ന് കുളിച്ച് റെഡിയായി പെട്ടികളെല്ലാം എടുത്ത് ഇറങ്ങുമ്പോൾ മറ്റേ മാമൻ വന്നു. ഇവരെ തണുത്ത കാറ് കയറ്റി എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ടു. എറണാകുളത്ത് വന്നു. അമ്മ താരം വീട്ടിലേക്കും പോയി. മറ്റേ കുട്ടിയുടെ അമ്മ ഭർത്താവും കുട്ടികളും എല്ലാം കൂടെ വന്ന് വിളിച്ച് അവരും കൂട്ടി പോയി. ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്നത് ഇവിടെയാണ്. 1 മാസം 2 മാസം കഴിയുമ്പോൾ ഈ താരം അഭിനയിക്കാൻ വന്നു തൃശ്ശൂർ. വന്നിടം ചെയ്തത് ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങി വെച്ചിരിക്കുമല്ലോ, ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോളെയും കൊണ്ട് ഞാൻ തൃശ്ശൂർ ഇന്ന ഹോട്ടലിലുണ്ട്, ലൊക്കേഷൻ ഇന്നടത്താണ്, അവിടെ വരും. ഇവരവിടെ കൂട്ടിച്ചെന്നു, അച്ഛനും അമ്മയും എല്ലാം കൂടെ ചെന്നു. എന്നപ്പോൾ താരം കാര്യങ്ങളെല്ലാം ചോദിച്ച്, നല്ല കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്. കുട്ടിയും ഈ താരം കൂടെ നിൽക്കുന്ന ഫോട്ടോ, കുട്ടിയും അമ്മയും താരം കൂടെ നിൽക്കുന്ന ഫോട്ടോ, അമ്മയും ഈ പറഞ്ഞ അമ്മ നടിയും കൂടി നിൽക്കുന്ന ഫോട്ടോ എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ആ കുട്ടിയെ കണ്ടു, ഡയറക്ടറെ കാണിച്ചു. അപ്പോൾ തന്നെ ആ കുട്ടിക്ക് ആ പടത്തിൽ വേഷം കൊടുത്തു. അവിടെയാണ് ഞാൻ പറയുന്നത് ചതിയിൽ വഞ്ചന പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും
ഒരു പ്രശ്നവും ഒരു പരാതിയും ആ താരത്തിനെതിരെ വരില്ല. കാരണം അദ്ദേഹം വാക്ക് പാലിച്ചു. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. പണ്ടുള്ളവർ പറയും പശുവിൻ്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും തീർന്നു നീക്കുക. പശുവിൻ്റെയൊക്കെ മുതുകത്ത് മുറിവുണ്ടായിട്ട് അതിൽ പുഴു ഉണ്ടാവുമല്ലോ. അപ്പോൾ കാക്ക വന്നിരുന്നിട്ട് ഈ പുഴു മുഴുവൻ കൊത്തി കൊത്തി തിന്നും. അപ്പം പശുവിന് നല്ല സുഖമായി ഈ പുഴു കൊത്തി തിന്നാണിപ്പോൾ. അപ്പോൾ കാക്കയുടെ വിശപ്പും മാറി, പശുവിൻ്റെ കടിയും മാറി എന്ന് പറഞ്ഞതുപോലെ താരത്തിൻ്റെ കൊതിയും മാറി, കുട്ടിക്ക് സിനിമയിൽ വേഷവും കിട്ടി. ഈ കഥ, ഇങ്ങനെയുള്ള കഥയൊന്നും പല്ലിശ്ശേരിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പല്ലിശ്ശേരിയുടെ പ്രശ്നം. പല്ലിശ്ശേരി ഇത് കേൾക്കുമ്പോൾ പല്ലിശ്ശേരി ആലോചിക്കും, ഇതെങ്ങനെ ലൊക്കേഷനുകളിൽ പോകില്ല, ഒരു ഹോട്ടലുകളിൽ സിനിമാ താരങ്ങൾ താമസിക്കുന്നിടത്ത് ദിനേശ് പോകില്ല. പക്ഷെ ദിനേശിന് കൃത്യമായി ഇതെല്ലാം കഥകൾ ഇവിടുന്ന് കിട്ടുന്നു എന്നായിരിക്കും പല്ലിശ്ശേരി ആലോചിക്കുന്നത്. പല്ലിശ്ശേരിക്ക് ഈ കഥയൊന്നും കിട്ടില്ല. ഞാനൊരു പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയി. എറണാകുളത്താണ്. എല്ലാം എറണാകുളമാണല്ലോ. ഒരു പേര് കേട്ട ഒരു വിവാദമുണ്ടായ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഒരു നവാഗത സംവിധായകൻ എന്ന് വെച്ചോളൂ, നിങ്ങൾ ഗസ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത പടങ്ങൾ നോക്കിയാൽ മതി, അതിൽ നിന്ന് പിടിക്കാം. അതിലൊരു പുതിയ പെൺകുട്ടി അഭിനയിക്കാൻ വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയായ ശേഷമാണ് അഭിനയിക്കാൻ വന്നത്. ഒരു മോശമല്ലാത്തൊരു വലിയ വേഷം, ഒരു ഹ്യൂമർ വേഷം ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരല്പം കില്ലാടിയായ ഒരു ഭർത്താവുള്ള ആളാണ്. അല്പം അടിയും പിടിയൊക്കെ പോകാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. പക്ഷേ താമസിക്കാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. കൊണ്ടാക്കിയിട്ട് ഭർത്താവ് ഉദ്യോഗസ്ഥൻ പോയി വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണല്ലോ. ഒരു ദിവസം രാത്രി ഇരുന്ന് നാളെ ഇനി ഏതൊക്കെ സീനുകളാണ്, അതിൽ ആരൊക്കെയാണ് വേണ്ടതെന്നെല്ലാം എഴുതി, ഡ്രസ് കണ്ടിന്യൂറ്റി ഉണ്ടോ അതൊക്കെ ഞാൻ എഴുതി. ഞാൻ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഒന്നും ഈ പണി ഏൽപ്പിക്കില്ല. ഞാൻ തന്നെ അസിസ്റ്റൻ്റുമാർ ചെയ്യാനുള്ള ജോലിയും ചെയ്യും. അതെൻ്റെ ഒരു ശീലമാണ്. ഡയറക്ടറായിട്ട് പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. കോപ്പി എടുക്കണമെങ്കിൽ ഞാൻ തന്നെ കോപ്പി എടുക്കും. എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണമെങ്കിൽ ഞാൻ തന്നെ കോപ്പി എടുക്കും. ഞാനിത് ഓരോ റൂമിൽ ചെന്ന് മാമുക്കോയോട് അതുപോലുള്ള ഓരോ നടന്മാരുടെയും ചെന്ന് നാളത്തെ എത്ര മണിക്ക് ഏത് ഡ്രസ്സ് ഇട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഈ നടിയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കഥ അടച്ചിട്ടില്ല. ഞാൻ മുട്ടിയിട്ട് കഥവങ്ങ് തുറന്നു. കഥവ് തുറക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന നടിയും ഞാൻ വർക്ക് ചെയ്യുന്ന ചിത്രത്തിലെ ക്യാമറമാനും കൂടി ആവശ്യമില്ലാത്ത നിലയിൽ ഞാൻ കണ്ടു. എന്നെ കണ്ടിട്ട് ക്യാമറമാൻ ചാടി എണ്ണീട്ടിട്ട് AC റൂമല്ലേ അതിൻ്റെ കമ്പിളി എടുത്ത് അദ്ദേഹം ഉടുത്തു. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരും. പക്ഷേ പാവം മരിച്ചുപോയി. മറ്റവർക്ക് യാതൊരു കൂസലുമില്ല കേട്ടോ. ആദ്യമായിട്ടാണെങ്കിലും അവർക്ക് അങ്ങനെ പരിഭ്രമിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാമറമാനോട് ഞാൻ ചോദിച്ചു, കമ്പിളിയൊക്കെയാണോ ഇപ്പോൾ ലുങ്കിക്ക് വരെ ഉടുക്കണേ എന്നിട്ട് പുള്ളി ഒരു വല്ലാത്ത ചിരി ഇരിച്ചു എന്നെ നോക്കി. പാൻ പരാഗ് തിന്നുന്ന ആളായതുകൊണ്ട് അധികം വർത്തമാനം പറയുന്ന ആളല്ല, പാവം മനുഷ്യനാണ്. പിന്നെയും വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു പടത്തിന് വർക്ക് ചെയ്യാനായിട്ട് ഒറ്റപ്പാലത്ത് പോയി, അല്ല ഷൊർണൂർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും സംവിധായകരൊക്കെ താമസിക്കുന്നിടത്ത് താമസിക്കുകയില്ല. കാരണം അവിടെ നടക്കുന്ന ഒരു പോകൃത്തനത്തിലും സാക്ഷിയാവാനോ കാഴ്ചക്കാരനാവാനോ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ താമസിക്കുന്നത് ഷൊർണൂരുള്ള ഒരു ലോഡ്ജിലാണ്. 4 മുറിയേ ഉള്ളൂ, 4 AC റൂം. അതിൽ 2 റൂമുകളിൽ ആരൊക്കെ താമസിച്ചെന്ന് ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പിടിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം 4 റൂമിൽ ഒന്നിൽ ഞാൻ, അതിൻ്റെ അടുത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എറണാകുളത്ത് വർക്ക് ചെയ്ത സിനിമയിലെ ആ പുതുമുഖമായിട്ട് വന്ന നടി, അപ്പുറത്ത് 2 നടന്മാരും താമസിക്കുകയാണ്. അതിലെ ഒരു നടനല്ല, ഈ 2 പേർക്കും സ്ത്രീ വിഷയത്തിൽ ഭയങ്കര കുഴപ്പക്കാരായ 2 പേരാണ്. ഒരാളൊരു വലിയ മസിൽ പിടിക്കുന്ന സ്വഭാവ നടനും, ഒരാൾ നല്ല ഹ്യൂമർ നടനുമാണ്. അപ്പോൾ ഈ ഹ്യൂമർ നടൻ ദിവസവും ജനാലയിൽ കൂടെ രാത്രി വന്ന് എൻ്റെ അനിയ നാളെ കാലത്ത് എനിക്ക് എപ്പോൾ വർക്കെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ കാര്യങ്ങൾ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടൻ. അപ്പോൾ ഞാൻ കഥവ് തുറന്നിട്ട് ഞങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് എന്നോട് പറഞ്ഞു, അനിയ നിനക്ക് ഈ സ്ത്രീ വിഷയമൊന്നുമില്ല അല്ലേ? അങ്ങനില്ല. നന്നായി അനിയ, ഞാൻ അങ്ങനെ പറയൂ, കാരണം നീ എന്നെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ട് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചുവരി കൈവച്ച് നിന്ന മനുഷ്യൻ ആ കൈവച്ച് തന്നെ ആ കഥയിലിട്ട് 2 കൊട്ട് കിട്ടി. 2 കൊട്ട് കിട്ടുമ്പോൾ ഒരു മടിയുമില്ലാതെ കഥവ് തുറക്കപ്പെടുന്നു. കാരണം അപ്പം നേരത്തെ പറഞ്ഞിരിക്കാം. നടി ഇറങ്ങി വന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾ സെറ്റി കാണുന്ന പോലെ അല്ല, ടീഷർട്ടും പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്. രാത്രി ഞാൻ കേട്ട് രാത്രി ഇതൊക്കെ ഇട്ടാണ് കിടന്ന് ഉറങ്ങണേ എന്ന് കേട്ട് ഞാനിതൊക്കെ ഇടാറ്. ആയിക്കോട്ടെ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അന്ന് അവരെ കൂടെ വരുന്നത്, ലൊക്കേഷനിൽ വരുന്നത് അവരുടെ അമ്മയുടെ അമ്മയാണ്, ഒരു വയസ്സായ അമ്മച്ചി. ഇതൊന്നും അറിയാതെ അമ്മച്ചി സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. 9-10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഈ നട എന്താ പറഞ്ഞ അനിയ അപ്പം രാവിലെ കാണാമേ എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്ത് കയറി
ആ നടി എന്നെ നോക്കി ഒരൊറ്റ ചിരി ചിരിച്ച്, ഇത് കണ്ടല്ലേ എന്നുള്ള. എന്നിട്ട് മണ്ട നീ ഇങ്ങനെ എൻ്റെ അടുത്ത് വരാത്തെന്നുള്ളൊരു ചിരി ചിരിച്ചിട്ട് കഥ കിടക്കും. പക്ഷെ ആ നടി ഒരിക്കലും പരാതി പറയില്ല. കാരണം ഈ നടൻ നല്ല ലവബിളായ ഹാസ്യ നടനാണ്, ചതിയിൽ വഞ്ചനയുള്ള ആളല്ല. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാൻ ഒരുപാട് കഥകൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്നിൽ ഇഷ്ടം പോലെ കഥ പറയാൻ കഴിയുന്നേ, അത്രയും അനുഭവങ്ങളുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ചില എന്നെ ഇഷ്ടമില്ലാത്തവർ എന്ന് തന്നെ പറയാം, നിന്റെ താഴെ ഒന്ന് കേൾക്കും, നീ ആ കട്ടിലിൻ്റെ അടിയിൽ കിടന്നു. കട്ടിലിൻ്റെ അടിയിലൊന്നും കിടക്കണ്ട അന്യ, നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേറെ സോഴ്സ് ഉണ്ട്. വിടുവായത്തനം പറയുന്നയാൾ എന്ന് എന്നെ പറഞ്ഞ ആളാണല്ലോ മീനു മുനീർ. അവർ ഫേസ്ബുക്കിൽ കുറിച്ചു, എനിക്ക് ആരോ അയച്ചു തന്നു. സാറേ, സാറിനെ പറ്റി ഇതാ വിടുവായൻ എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ ഒരു വിടുവായത്തനും പറയുന്ന ആളല്ല, വിടുവായത്തനം ചെയ്യുകയില്ല. ബർക്കാത്തത്തിൻ്റെ അഭിമുഖത്തിലൊക്കെ യുനോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച മീനു മുനീർ ഒരിക്കലും എനിക്കൊരു എതിരാളിയല്ല, എനിക്ക് പറ്റിയ എതിരാളിയല്ല. അയ്യോ, അവർ ആരെന്ന് ഇന്നത്തെ മലയാള സിനിമയിലെ ഐശ്വര്യ റോയ് എന്നാണ് അവരെ പറയേണ്ടത്. അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന, ഏത് സിനിമ കണ്ടാലും ഈ സ്വഭാവം നടിയായിട്ട് ഇവരില്ലാത്ത, അല്ലെങ്കിൽ നായികയായിട്ട് ഇവരില്ലാത്ത ഒരു പടവും മലയാളത്തിലില്ലല്ലോ. അതുകൊണ്ട് അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഫ്ലോറിൽ നിന്ന് കേട്ട കഥകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കൂടെ വന്ന ആളുകളുടെ പേരുകളും അറിയാം. എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. വിടുവായത്തനം എന്നൊക്കെ പറഞ്ഞു, ഞാനത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചൊന്നുമില്ല. കാരണം ഇതിനപ്പുറമുള്ള കഥകൾ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ചിത്രാഞ്ജലിയിലെ റൂമിലെ കഥയൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. അതുപോട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. ഒരു വാട്സപ്പ് സുഹൃത്ത് അയച്ച സ്വന്തം ചിന്തകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. മീനു മുനീറിനാണ് ഈ വരികൾ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം മീനു മുനീറിൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. ഉറങ്ങിക്കിടന്ന സംവിധാന സ്വപ്നം മിഴിയുണർത്തി തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു നല്ല കഥ എഴുതണം, ഒരു പ്രൊഡ്യൂസറെ വേണം, മികച്ച താരങ്ങളെ വേണം, അത്യാവശ്യം പുതുമുഖങ്ങൾ നിർബന്ധം, കാസ്റ്റിംഗ് കോൾ എല്ലാ പത്രത്തിലും കൊടുക്കണം, അഭിനയ സിദ്ധിക്കൊപ്പം ലാസ്യഭംഗിയും ഉറപ്പാക്കണം, കഥകൾ മുട്ട് ഒഴിവാക്കി ഡയറക്റ്റ് ഡീൽ എത്തണം. ഡീലിൽ എത്തുന്നവരുടെ കഥാപാത്രം ഞാൻ എഴുതി പൊലിപ്പിക്കും, അല്ലാതെ ചതിയിൽ വഞ്ചന കാണിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. പെർഫോമൻസ് കണ്ട് കിട്ടുന്ന അവസരങ്ങൾക്ക് അവർ എനിക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ച് നൽകണം. ഗുരുസ്ഥാനത്തിലെ കൈപുണ്യം കൊണ്ട് ദക്ഷിണ വാങ്ങി കൂട്ടണം. ചെറു നാരങ്ങകൾ വളമിട്ട് കൈതച്ചക്കയാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്കൊന്ന് അഭിനയിക്കണം, കഥ മാറ്റി പാട്ടെഴുതണം. പിന്നെ അവാർഡ്, അമ്മ, ഫെഫ്ക, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, മീ-ടു, യു-ടു എനിക്കങ്ങനെ സുഖിക്കണം. പരിശുദ്ധ മീനു അമ്മായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നാണ് അയാൾ ഇതിലെഴുതി വെച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ. എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ്. ഹേമ കമ്മിറ്റിയെ പറ്റി വിശദീകരിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ കേൾക്കാൻ നീതിപീഠം മെനക്കെട്ടില്ല എന്നൊക്കെയാണ് കോടതിയിൽ നിന്നിറങ്ങിയിട്ട് അഡ്വക്കേറ്റ് അജീഷ് കളത്തിൽ, സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അജീഷ് കളത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഹേമ കമ്മിറ്റിയെ പറ്റി വിശദീകരിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ കേൾക്കാൻ സുപ്രീം കോടതി മെനക്കെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 8 വർഷം എങ്ങനെ ഡിലേ വന്നുവെന്ന് കോടതി ചോദിക്കുന്നു. വിക്ടീമിന് പല കാരണങ്ങളുണ്ടാകാം എന്നാണ് അജീഷ് കളത്തിൽ പറയുന്നത്. പല കാരണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ വക്കീലെ വിധിയും ഇങ്ങനെയൊക്കെ ആകുന്നത് എന്ന് ആ മയക്കും പിടിച്ച് കുന്തും പിടിച്ചിരുന്ന ഒരാളും തിരിച്ചു ചോദിച്ചില്ല. അജീഷ് കളത്തിൽ അങ്ങനെ പറയുമ്പോൾ പറയണ്ടേ, നിങ്ങളിങ്ങനെ ഡിലേ വരുത്തുമ്പോഴാണ് കോടതിയിൽ ഇങ്ങനെ വിധി വരുന്നത്, അത് നിങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കണ്ടേ. പക്ഷെ ആരും ചോദിച്ചില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഡിലേ സ്റ്റേറ്റിനും വിശദീകരിക്കാൻ ആയില്ലത്രേ. SIT ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് സുപ്രീം കോടതിയിൽ വന്നിട്ടും സ്റ്റേറ്റിൻ്റെ വിശദീകരണം നൽകാതെ പോയത് പ്രതിയുടെ കുറ്റം കൊണ്ടല്ലല്ലോ വക്കീലെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം മെറിൻ ജോസഫൊക്കെ ഡൽഹിയിൽ പറന്ന് ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് സിദ്ദിഖിൻ്റെ കാര്യം കട്ടയും പടവും മടങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത്. സ്ത്രീകൾക്കായി, നടികൾക്കായി പോരാട്ടം തുടരും എന്ന് പറയാനും ഈ പറയുന്ന അജീഷ് കളത്തിൽ എന്ന് പറഞ്ഞ വക്കീൽ മറന്നില്ല. എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി സുപ്രീം കോടതി ഹൈക്കോടതിയിൽ ഹാജരായത് ഹരീഷ് വാസുദേവ് എന്ന് പറഞ്ഞ വക്കീലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ചർച്ചകളിൽ എനിക്കിഷ്ടമുള്ള ഒരാളാണ്, നന്നായിട്ട് പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. സിദ്ദിഖിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ
അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വക്കീലായപ്പോൾ ഹരീഷ് വാസുദേവൻ്റെ സ്വഭാവം ഒരു സാധാ വക്കീലിൻ്റെതായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യത്തിന് ശ്രമിക്കുക സ്വാഭാവികമാണ്. അത് കുറ്റം ചെയ്ത ആളായാലും കുറ്റം ചെയ്യാത്ത ആളായാലും. ഞാൻ ആദ്യമായി കേസിൽപ്പെട്ടത് ഡബ്ബിംഗ് നേടി കൊടുത്ത ഒരു കേസിലായിരുന്നല്ലോ, കള്ളക്കേസിലായിരുന്നു. ഞാനതിനെ അർഹിക്കുന്ന രീതിയിൽ എടുത്തതേയില്ല. സത്യത്തിൽ ഞാൻ വല്ലാത്ത വെട്ടിലായിപ്പോയെന്നെ. കുറ്റം ചെയ്യാത്ത ഞാൻ എന്തിന് ആ കേസിന് വില കൊടുക്കണം എന്നായിരുന്നു അക്കാലത്ത് എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളൂ. കേസ് വിവരങ്ങൾ പുറത്തു വന്ന് 2-ാം നാൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ എന്നെ വിളിച്ചു. എന്തായി കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് എന്നോട് തിരക്കി. അവളെ പോകാൻ പറയുമോ, എനിക്കെതിരെ കേസ് കൊടുത്താൽ എനിക്ക് പുല്ലേ മാത്രം എന്നൊക്കെയായിരുന്നു ഞാൻ മറുപടി പറഞ്ഞത്. എനിക്ക് കേസിൻ്റെ ഗൗരവം മനസ്സിലായില്ല എന്ന് പത്രസുഹൃത്തിന് മനസ്സിലായി. എൻ്റെ പൊന്നണ്ണ, നിങ്ങളിങ്ങനെ നിസ്സാരമായി കാണരുത് അതിനെ. നാളെ 2ാമത്തെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ച. നല്ല ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ പൊക്കിയാൽ തിങ്കളാഴ്ച വരെയെങ്കിലും നിങ്ങളകത്തിടാം. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കിടുങ്ങി. ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഏതൊക്കെയാ വകുപ്പെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം എന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ കട്ട് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു. അണ്ണാ, അതിലിടാൻ പാടില്ലാത്ത ഒരു ജാമ്യമില്ലാ വകുപ്പ് ചേർത്തിട്ടുണ്ട്, നിങ്ങളെ പൊക്കും. നല്ല ശുപാർശ ഈ തൊലിവെളുപ്പുകാരി നമ്മളെ ആർട്ടിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പോലീസ് ചേർത്തത്. നിങ്ങളിപ്പോൾ തന്നെ വഞ്ചൂര് വരെ വരുമോ എന്നിട്ട്. വഞ്ചൂരാണല്ലോ നമ്മുടെ ജില്ലാ കോടതി. ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ബാർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി, അക്കാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാർട്ടിക്കാരനായ, പാർട്ടി കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റ് വള്ളക്കടവ് മുരളീധരൻ്റെ ഓഫീസിലേക്ക് ഈ പത്രസുഹൃത്ത് എന്നെ കൊണ്ടുപോയി. കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അപ്പോൾ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അവിടെ വിളിച്ച് CIയോട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഒരു ചിരി ചിരിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, CI പറഞ്ഞത്, ശുപാർശ ചെയ്തിരിക്കുന്നത് പാർട്ടിയിലെ ഒരു വമ്പനാണ്. പിണറായി ഭരിക്കുന്ന കാലമാണേ. കാരണം വള്ളക്കടവ് മുരളീധരനും പാർട്ടിക്കാരനാണ്, ഞാനും പാർട്ടിക്കാരനാണ്. പക്ഷേ പാർട്ടിയിലുള്ളൊരു വമ്പനാണ് ഈ ഡബ്ബിംഗ് നടിക്ക് വേണ്ടി CIയെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതാണ് ഇങ്ങനെ വകുപ്പിട്ടത്. 17ാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം എന്ന് പറഞ്ഞ കോപ്പ് കിട്ടിയെന്നും പറഞ്ഞിരുന്നാൽ പാർട്ടിക്കാരൻ തന്നെ പാർട്ടിക്കാരിയല്ലാത്ത മഹതിക്കായി പാർട്ടിക്കാരനെ പൂട്ടാനുള്ള ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. കേസ് അദ്ദേഹം ഏറ്റെടുത്തു. സാക്ഷിയായിട്ട് 2 പേര് വേണം. ഈ പത്രസുഹൃത്ത് തന്നെ 2 സാക്ഷികളെയും റെഡിയാക്കി. നമുക്കിത് തിങ്കളാഴ്ചയെ കോടതിയിൽ കൊടുക്കാൻ പറ്റും. തൽക്കാലത്തേക്ക് ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാൾ ഞായർ, ഈ 3 ദിവസം വീട്ടിൽ നിൽക്കേണ്ട, ഒന്ന് മാറി നിൽക്കണം എന്ന് എന്നോട് വക്കീൽ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ച് എങ്ങോട്ട് പോകാൻ. എനിക്കങ്ങനെ പോകാനൊരു ഇടമൊന്നുമില്ല. കാരണം നമുക്ക് ശീലമുള്ളതല്ലല്ലോ. നമ്മൾ ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാവാത്ത ഒരാളല്ലേ. അതുകൊണ്ട് എനിക്ക് ഒളിച്ചു നിൽക്കാനുള്ള സ്ഥലം എവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. വീട്ടിൽ വന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് ഒരു പെട്ടിയിലാക്കി ഞാൻ ഇറങ്ങുമ്പോൾ ഒരു നന്ദിയില്ലാത്ത സ്ത്രീ കൊടുത്ത കള്ളക്കേസിൽ ഒളിവിൽ പോകേണ്ടി വന്ന അച്ഛനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ച മകനോട് 3 നാൾ അച്ഛൻ ഒരിടം വരെ പോകുന്നു, ഫോണിലും ഈ 3 നാൾ അച്ഛനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഈ ജീവിതത്തിൽ ഇനി എനിക്ക് എത്ര കാലം ജീവിതമുണ്ടോ അത്രയും കാലം ഞാൻ മറക്കില്ല. കാരണം എൻ്റെ മകനെ ഞാൻ അങ്ങനെ കരയിക്കുന്ന ആളല്ല. അച്ഛൻ 3 ദിവസം ഇവിടെ ഉണ്ടാവില്ല, അച്ഛൻ്റെ ഫോൺ നമ്പറും ഉണ്ടാവില്ല. അച്ഛൻ ഇങ്ങനെ ഒരു പോലീസ് കേസ് പെട്ടിരിക്കുകയാണ്, മോനെ തിങ്കളാഴ്ച കോടതിയിൽ കേസ് കൊടുക്കുന്നവരെ അച്ഛനെ നിനക്കിനി ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മകൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. കരിയോയിലൊഴിച്ച കേസിൽ ഇതേ ആള്, എനിക്കെതിരെ കേസ് കൊടുത്ത ആള് മുങ്ങിയല്ലോ. അപ്പോൾ മുങ്ങി നടക്കുമ്പോൾ ജാമ്യമില്ലാ വകുപ്പിട്ടാണ്, കൊലപാതക കേസിലാണല്ലോ അവരെ കേസിൽ പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസുകാർ ആ സ്ത്രീയെ ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്നു എന്നുള്ളതല്ലാതെ. അല്ലെങ്കിൽ തകരയൊക്കെ എടുത്ത നിർമ്മാതാവിൻ്റെ വീട്ടിലൊക്കെ പോയി ഒരു ദിവസം താമസിച്ചു എന്നുള്ളതല്ലാതെ അവരിപ്പോൾ ഇങ്ങനെ നടന്നു. പക്ഷേ പോലീസ് അന്വേഷിച്ചില്ല. ഈ സ്ത്രീ അറസ്റ്റ് ചെയ്യണമല്ലോ എന്ന് അന്വേഷിച്ചതേയില്ല. ഞാൻ കേൾക്കട്ടെ, സിദ്ദിഖ് രാമപിള്ള സാറിന് പകരം
ഹരീഷിനെയാണ് കേസ് ഏൽപ്പിച്ചതെങ്കിൽ മുങ്ങണ്ട, ഞെളിഞ്ഞ് നടക്കാൻ പറയുമോ ഹരീഷ്? ഞാനാ വക്കീൽ, നിങ്ങളുടെ രോമത്തിൽ പോലീസ് തൊടില്ല എന്ന് ഹരീഷ് വക്കീൽ പറയുമോ? ന്യായം പറയാറുള്ള ഹരീഷ് വാസുദേവ് മാതൃഭൂമി ചാനലിൽ പറയുന്ന വീരസിംഗിൽ കേട്ടപ്പോൾ സത്യമായും നിങ്ങളോടുള്ള ബഹുമാനം എനിക്ക് കുറഞ്ഞു ഹരീഷേ. നിങ്ങൾ എടുത്തിരിക്കുന്ന കേസ് എന്ത് ന്യായം പറയാനാകും ഹരീഷേ? ഇതിനപ്പുറം തൽക്കാലം ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങളെ വയറ്റിപ്പഴപ്പാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. ഇതൊക്കെ പൊടി തട്ടി ഇങ്ങനെ പ്രശ്നങ്ങളായി നിൽക്കുമ്പോഴാണ് മോഹൻലാലിനോടൊപ്പം ചില സിനിമകളിലൊക്കെ അഭിനയിച്ച പത്മപ്രിയ എന്ന് പറഞ്ഞ WCCയിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു നടി കേരളത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ കുറേ കാലമായിട്ട് നമുക്ക് കാണാനില്ല. കോഴിക്കോട് മാടപ്പള്ളി കോളേജിൽ അതേ കഥകൾ, തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പത്മപ്രിയ കോഴിക്കോട് എത്തിയത്. എങ്ങനെ മലയാളത്തിൽ സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. അതായത് അതേ കഥകൾ, തുല്യതയുടെയും നീതിയുടെയും കാഴ്ചപ്പാടിൽ, ഇതാണ് വിഷയം. കോളേജിൽ പിള്ളേർക്ക് കേൾക്കാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് പത്മപ്രിയയാണ്. സിനിമയിൽ പുരുഷ മേധാവിത്വം ഉണ്ടെന്ന് വ്യക്തമാണെന്നും നടന്മാരാണ് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നതെന്നും പത്മപ്രിയ പുതിയ കാഴ്ചപ്പാടിൽ സംസാരിച്ചു. 150 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി രൂപ വിജയോ രജനീകാന്തോ വാങ്ങുന്ന കാശ് പത്മപ്രിയക്ക് കിട്ടണമെന്ന് എങ്ങനെ പറയും പത്മപ്രിയ? രജനീകാന്തിൻ്റെ പടമാണ് എന്ന് പറഞ്ഞാണ് തമിഴ്നാട് മുഴുവൻ, ലോകം മുഴുവൻ ഓടുന്നത്, ചൈനയിലൊക്കെ ഓടുന്നത്. വിജയുടെ പടം എന്ന് പറഞ്ഞല്ലേ, ഇളയ ദളപതി എന്ന് പറഞ്ഞല്ലേ അയാളുടെ പടം ഓടണേ. ഇവിടെ തന്നെ 700-800 സ്റ്റേഷനിലല്ലേ ഓടണേ. അതിന് പകരം അതിൽ കൂടെ അഭിനയിക്കുന്ന, ഡാൻസ് ചെയ്യാൻ മാത്രം വിനിയോഗിക്കപ്പെടുന്ന ഒരു നടിയുടെ കഥ, നടിയുടെ ശമ്പളം വിജയുടെ ശമ്പളവുമായിട്ട് കൊടുക്കണമെന്നാണ് പത്മപ്രിയ പറഞ്ഞതിൻ്റെ ചുരുക്കം. നടന്മാരുടെ കഥകൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്നും സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്നും പത്മപ്രിയ പറഞ്ഞു. സ്വതന്ത്രമായി ജോലി ചെയ്യാതിരിക്കാൻ ഇവിടെ ആരെങ്കിലും ജോലി തടയുന്നുണ്ടോ? പിന്നെ നടന്മാരുടെ കഥകൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ രജനീകാന്തിനെ ജയിലറാക്കിക്കൊണ്ടൊരു സിനിമ എടുത്താൽ ഓടും. അതിന് പകരം അതിൽ അഭിനയിച്ച നായികയുടെ കഥയായാൽ ആര് കയറാനെന്ന്. എന്നാൽ ഇവിടെ നായികമാരുടെ കഥകൾ ഇറങ്ങിയിട്ടില്ല. അത് പത്മപ്രിയയ്ക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ്. ഏറ്റവും കുറഞ്ഞ ഒരു ആകാശദൂതെങ്കിലും പത്മപ്രിയ കാണണമായിരുന്നു. ഈ തുലാഭാരവും അധ്യാപികയൊന്നും കണ്ണെഴുതി തൊട്ട് ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയില്ലായിരിക്കാം. ഒരു സുന്ദരിയുടെ കഥ, ഒരു പെണ്ണിൻ്റെ കഥയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു സിനിമകളുണ്ട്, ആകാശദൂതൊക്കെ പോലുള്ള, അത് കാണണമായിരുന്നു. സ്ത്രീപക്ഷ സിനിമകൾ വളരെ കുറവാണെന്നും പത്മപ്രിയ പറഞ്ഞു. കയ്യിൽ അഭിനയിച്ച് ഒരുപാട് കാശ് കാണണ്ടേ? നായികയായിക്കൊണ്ട് ഏതെങ്കിലും ഒരു പെൺ സംവിധായിക വെച്ച്, ഇപ്പോൾ ശോഭന സംവിധാനം ചെയ്യും, രേവതി സംവിധാനം ചെയ്യും, അവരാരെങ്കിലും വെച്ച് ചെയ്യുന്നേ. അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ പറയാനാവും, പക്ഷേ നടപ്പാക്കുന്നില്ല എന്നാണ്. അതായത് പുരുഷന്മാരെ വെച്ച് ചെയ്യുന്ന കഥ തന്നെ സ്ത്രീയെ വെച്ചും ചെയ്യാമെന്നാണ് പറയുന്നത്. വൈജയന്തി IPS എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നയൻതാര വാങ്ങിക്കുന്ന ശമ്പളം എത്രയാണ്, അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്, ഒന്ന് അന്വേഷിക്കട്ടെ പത്മപ്രിയ. ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ പഠന പ്രകാരം നിർമ്മാണം, സംവിധാനം, ഛായാഗ്രഹണം മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം 0 ആയിരുന്നു എന്നാണ് പത്മപ്രിയ പറയുന്നത്. ഏത് ഭാഷയിലെന്ന് എനിക്കണ്ട, കേരളത്തിൽ 0 അല്ല. എത്രയോ നിർമ്മാതാക്കൾ മലയാളത്തിൽ സ്ത്രീകളുണ്ട്, സാന്ദ്ര തോമസ് അടക്കം. ഇവർ പറയുന്നത് സ്ത്രീ പ്രാതിനിധ്യം നിർമ്മാതാക്കളിലും ഇല്ല. സംവിധായകരിൽ ഷീലാമ്മയെങ്കിലും പറയണ്ടേ? പക്ഷെ ഇവർ പറയുന്നു അങ്ങനെ ആരുമില്ല, 0 ആയിരുന്നു. എന്നാൽ ഈ മേഖലയിൽ 2023 ആയപ്പോൾ 3% സ്ത്രീ പ്രാതിനിധ്യം വളർന്നു. അതായത് WCC വന്ന ശേഷം ഭയങ്കര വളർച്ചയാണെന്ന് പറഞ്ഞു. ഈ അടിയന്തര സമയത്ത് വയലും വീടും എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ റേഡിയോ പരിപാടിയില്ലേ, വൈകുന്നേരം വയലും വീടും വയ്ക്കണം, കൊച്ചിലെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയായതുകൊണ്ട് എതിർത്തൊന്നും പറയാൻ ഒക്കില്ലല്ലോ ഭരണത്തിനെതിരെ. അപ്പോൾ ഈ കർഷകരുടെ അടുത്ത് പോയിട്ട് മൈക്ക് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ, എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? അയ്യോ, ഈ അടിയന്തരാവസ്ഥ വന്ന ശേഷം പടവലങ്ങി എന്താ വളർച്ചയെന്ന് അറിയാം, ഞങ്ങളുടെ താഴോട്ട് വളരുകയാണ് എന്ന് പറഞ്ഞതുപോലെ പത്മപ്രിയ പറയുകയാണ് 2023 3% സ്ത്രീ പ്രാതിനിധ്യം സിനിമയിലുണ്ടായി എന്നാണ് പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റിന് 35 വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല മലയാള സിനിമയിൽ എന്നാണ് പറയുന്നത്. മലയാള സിനിമയിലാണെന്ന് അവർ പറയുന്നില്ല, മറ്റേതെങ്കിലും ഭാഷയിലാണെന്ന്. മദ്രാസിൽ എന്ന് പറഞ്ഞാൽ അടി വാങ്ങിക്കും. കാരണം അവിടെ സഹനടികർ സംഘം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ആളുകളാണ്. കാരണം നല്ല ശമ്പളം, നല്ല ഓഫീസ്, നല്ല ഭക്ഷണം എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ കേൾക്കട്ടെ, കന്മതത്തിൽ അമ്മുമ്മയാവാൻ 80 വയസ്സായ സ്ത്രീ വേണമെന്ന് പറഞ്ഞാൽ 35 വയസ്സുകാർക്ക് കൊടുക്കാക്കൂല്ലോ. ഈ കഥാപാത്രങ്ങൾ പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയിൽ മാറുമറയ്ക്കാതെ പല പ്രായത്തിലുള്ള ആൾക്കാരെ അഭിനയിപ്പിച്ചു.
അത് ആ പ്രായത്തിനനുസരിച്ചുള്ളവരെ അഭിനയിപ്പിക്കാൻ പറ്റും. പക്ഷെ പത്മപ്രിയ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിന് 35 വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായി ഭക്ഷണം നൽകാറില്ല. എൻ്റെ പൊന്നും പത്മപ്രിയ, സ്വന്തം വില കളയരുതേ, മലർന്നു കിടന്ന് തൊപ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരോട് സഹകരിക്കണം. ജൂനിയർ ആർട്ടിസ്റ്റുകളോട് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല. ചിലപ്പോൾ ആ പണിക്ക് പോകുന്നവർ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് നടക്കാറുണ്ടായിരിക്കാം. അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് നിങ്ങൾ തിരക്കു പത്മപ്രിയ. ഞാൻ അവസാനമായി ചെയ്ത നിഴൽക്കണ്ണാടിയോ അതിന് തൊട്ട് മുമ്പ് ചില്ലുവിളക്കോ പോലുള്ള ഏതെങ്കിലും സീരിയലുകളിൽ 100-150 ദിവസം അഭിനയിച്ച എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവരെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിച്ചു നോക്ക്, ഏതെങ്കിലും പെണ്ണിനോട് കിടന്നു തന്നാലേ വേഷം തരുള്ളൂ എന്ന് പറഞ്ഞു അന്വേഷിക്കും. ഇതൊക്കെ അതിന് പറ്റിയിടത്ത് ചെല്ലുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സഹകരിച്ചാൽ ചിലപ്പോൾ പണം കിട്ടും, അതായിരുന്നു സ്ഥിതി. പക്ഷേ WCC വന്നതോടുകൂടി പടവലങ്ങ വളരുമ്പോലെ സിനിമാ രംഗം വളർന്നു. 2017 പ്രവർത്തകയ്ക്ക് ദുരനുഭവമുണ്ടായി. അപ്പോഴാണ് നിയമസഹായവും കൗൺസിലിങ്ങും നൽകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതെന്നും ഈ കോളേജ് പിള്ളേരുടെ മുമ്പിൽ അയ്യോ ഇത്ര വായി നോക്കി പിള്ളേരാണ് അയാളുടെ പ്രസംഗം കേട്ടോണ്ടിരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പത്മപ്രിയ പറഞ്ഞു, മരണം വരെ ചെയ്യാനുള്ള വേഷങ്ങളുണ്ടെങ്കിലും 7-8 വർഷമാണ് ഒരു സ്ത്രീക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത്. എന്തൊരു മണ്ടത്തര ഈ സ്ത്രീ പറയണമെന്ന് ആലോചിക്കുക. വിവരമെന്ന് പറഞ്ഞ തൊട്ട് തെറിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ച കവിയൂർ പൊന്നമ്മ എത്ര വർഷമാണ് മലയാള സിനിമയിൽ നിന്നേ? സുകുമാരി ചേച്ചി എത്ര വർഷമാണ് നിന്നേ? KPS ലളിത എത്ര വർഷം നിന്നേ? ഫിലോമിന അമ്മച്ചി എത്ര വർഷം നിന്നേ? അടൂർ പങ്കജ്, അടൂർ ഭവാനി എത്ര വർഷം നിന്നേ? പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം എന്തിനെന്നറിയോ? ഒരു 2-3-5 വർഷം നിന്ന് ഒരു 8-10 പടം ചെയ്ത് 5-6 കോടി രൂപ ഉണ്ടാക്കി ഉദ്ഘാടനം, ഗൾഫ് ഷോ, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരുത്തനെ കെട്ടി അമേരിക്കയിലോട്ട് പറക്കും. അവിടെ പോയി ഈ ടിൻ ഫുഡൊക്കെ കടിച്ച് ശീമപ്പന്നിയെ പോലെ ആയ ശേഷം തിരിച്ചു വന്നാൽ ആരെങ്കിലും എടുക്കുമോ? എടുക്കൂല. നിങ്ങൾ അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന നടികളെ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയവരാലോചിക്കും. എങ്ങനെ ഇരിക്കുന്നത്? ശീമപ്പന്നിയെ പോലെയല്ലേ ഇരിക്കുന്നത്. അതിന് സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ? സ്വന്തം ശരീരം ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ ആളല്ലേ മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ കല്യാണം കഴിഞ്ഞെന്ന് ആർക്കെങ്കിലും തോന്നുന്നു അവരെ കണ്ടാൽ? അവരുടെ ബോഡി ശ്രദ്ധിക്കും. എന്നാൽ മഞ്ജു വാര്യരുടെ കൂടെ വന്ന എത്രയോ നടികൾ പോയിട്ട് നമ്മൾ അവരുടെ ഫോട്ടോകൾ നോക്കി നോക്കിയേ, ഞാൻ വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇരിക്കുന്ന രൂപം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇവർ പറയുന്നത് മരണം വരെ ചെയ്യാനുള്ള വേഷങ്ങളുണ്ടെങ്കിലും 7-8 വർഷമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് മഞ്ജു വാര്യരെങ്കിലും ഈ സ്ത്രീ ഓർക്കണ്ടേ? സിനിമാ പോസ്റ്ററുകളിൽ നടിമാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിൻ്റെ കാരണം പോലും ലക്ഷ്യമിടുന്നത് പണം മാത്രമാണെന്നും പത്മപ്രിയ പറയുന്നു. അതായത് നടികളുടെ നഗ്നശരി ഇപ്പം സിൽക്ക് സ്മിതയെ പോലെ ഒരാളിനെ, അനുരാധയെ പോലെ ഒരാളിനെ വെച്ചാൽ മനസ്സിലാക്കുക. ഇപ്പോൾ പത്മപ്രിയയുടെ മുഖം വെച്ചാൽ അത് ബിസിനസ്സിന് വേണ്ടിയാണ് വെക്കുന്നത്. പത്മപ്രിയ ഉള്ളതുകൊണ്ട് ഈ പടം കണ്ടുകളായെന്ന് മലയാളത്തിൽ ആരെങ്കിലും കയറി ഒരു പടം കാണുമോ? ഞാൻ കാണൂല. കാരണം അങ്ങനെ പത്മപ്രിയ മനോഹരമായി ചെയ്ത ഒരു വേഷവും മലയാള സിനിമയില്ല. പക്ഷെ അവർ പറയുന്നത് പോസ്റ്ററുകളിൽ നടിമാരുടെ തല വയ്ക്കുന്നത് പണം മാത്രം ലക്ഷ്യമിട്ടാണെന്നാണ് അവർ പറയുന്നത്. തമിഴ് സിനിമ മൃഗം ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംവിധായകൻ എന്നെ തല്ലിയ കാര്യവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും ഈ കോളേജിൽ പത്മപ്രിയ സംസാരിച്ചു. 2016 ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംവിധായകൻ സ്വാമി അടിച്ചത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് സംവിധായകൻ എന്നെ അടിച്ചത്. ആ സിനിമയ്ക്ക് സംസ്ഥാന പുരസ്കാരവും കിട്ടി. അതൊരു പുതിയ അറിവാണ്. അതായത് നായികയുടെ ചെകിട്ടത്തടിച്ചാൽ സംസ്ഥാന പുരസ്കാരം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും. അതൊന്നുമല്ല. ഇവരെ ആ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഇവർ ചക്കയ്ക്ക് ചുക്കുന്ന ഇത് സഹി കെട്ടപ്പോൾ അന്ന് ഫിലിമായിരുന്നു, ഡീറ്റെയിൽ അല്ലല്ലോ. ഒരാടി വെച്ചു കൊടുത്തു. അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി. പക്ഷേ വാർത്ത വന്നത് ഞാൻ അടിച്ചു എന്ന തരത്തിലായിരുന്നു. പിന്നീട് അയാൾക്ക്, ഈ സംവിധായകന് 6 മാസം വിലക്ക് ലഭിച്ചു. പക്ഷേ ആ സംഭവത്തിന് ശേഷം എനിക്ക് തമിഴിൽ നിന്ന് സിനിമകൾ ലഭിച്ചതേയില്ല. എങ്ങനെ കിട്ടും? ഒരു സംവിധായകൻ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ മുഖത്തൊന്നും വരില്ലെങ്കിൽ, കട്ടക്കാരൻ മുള്ളിട്ട് കുത്തിയാലും മുഖത്തൊന്നും വരില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ അടിച്ചു എന്ന് വയ്ക്കാം. അടിക്കാൻ പാടില്ല, അടിച്ചു പോട്ടെ. ഇപ്പം ഞാൻ കേൾക്കട്ടെ, ശ്രീദേവി അടക്കം, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരമായ ശ്രീദേവി അടക്കം എത്രയോ പേര് അടി വാങ്ങിയിരിക്കുന്നു. പക്ഷെ അത് ഈ വൈരാഗ്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ലല്ലോ അടിക്കുന്നത്. ആ ചെയ്യുന്ന പർട്ടിക്കുലർ സീനിൽ വിചാരിക്കുന്ന തരത്തിൽ 10-25 ടേക്ക് എടുത്തിട്ട് നടക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ചില സംവിധായകർ തല്ലുമായിരിക്കും. അത് കഴിയുമ്പോൾ അവർ തന്നെ സോറി പറയുന്നേ. പക്ഷെ പത്മപ്രിയ അതൊരു വലിയ ഇഷ്യൂ ആക്കിയാണ് പറയുന്നത്. അങ്ങനെ ഇഷ്യൂ ആക്കിയതുകൊണ്ടാണ് പത്മപ്രിയ പിന്നെ തമിഴിലൊരു പടവും കിട്ടാത്തത്. അവകാശങ്ങൾ ചോദിക്കാനുള്ള അർഹത പോലും സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണെന്ന് പത്മപ്രിയ പറയുന്നു. ഒരിക്കലുമില്ല. നിങ്ങൾ അവകാശം ചോദിക്കാൻ യോഗ്യതയുള്ള ആളാണ്. ഇപ്പം മഞ്ജു വാര്യർ ഒരു സെറ്റിൽ വന്നാൽ
എനിക്ക് ഇന്ന ഫുഡ് വേണം, അല്ലെങ്കിൽ ഈ ഡ്രസ്സ്, ഇങ്ങനെയുള്ള ഡ്രസ്സ് ഞാൻ ഇടില്ല, ഇങ്ങനെയുള്ള ഡ്രസ്സേ ഇടൂ എന്ന് പറയാനുള്ള അവകാശം മഞ്ജു വാര്യർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ പോലുള്ളൊരു താരം പറയുന്നത് പോലെ ചെറിയ വേഷം ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവൻ വളരണം, അവൻ വളർന്ന് പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ അവനും പറയാം. അതിന് പകരം അവകാശങ്ങൾ ചോദിക്കാനുള്ള അർഹത അതുപോലും സ്ത്രീകൾക്കും പുരുഷനും രണ്ട് രീതിയിലാണെന്ന് പറയുന്നതൊക്കെ പത്മപ്രിയ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ്. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാതെ പോകുന്നതെന്ന് ഇനിയെങ്കിലും പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന WCCയിലെ വാചകമടിക്കുന്നതിൽ ഒരാളാണല്ലോ മറ്റേ പാർവതി തിരുവോത്ത്. പക്ഷെ അവർക്ക് അഭിനയിക്കാൻ അറിയാം. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഉയരെ എന്നുള്ള സിനിമ കണ്ടാൽ പോരെ. ഇത് മനോഹരമായിട്ട്, അല്ലെങ്കിൽ മറ്റേ കാഞ്ചനമാലയുടെ മൊയ്തീനെ കണ്ടാൽ പോരെ. അവർക്ക് അഭിനയിക്കാൻ അറിയാം, അവരിൽ മരുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ തലവേദന ഉണ്ടായാലും അവരെ സഹിക്കും. അതാണ് പ്രശ്നം. ഇവിടെ ഞാൻ കേട്ടെ, മഞ്ജു വാര്യർ എന്താ ഇതുപോലുള്ള ഒരു പരാതി പറയാത്തത്? എന്നെ അർഹതപ്പെടുന്ന രീതിയിൽ എന്നെ കാണുന്നില്ല എന്ന് പറയാത്ത, സ്വന്തം പൈസ മുടക്കി ഹിമാലയത്തിൽ പോയി ഐഫോണിൽ ഷൂട്ട് ചെയ്ത പടമല്ലേ കയറ്റം, അവരല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അവിടെ മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല, കിടക്കാൻ സൗകര്യമില്ല, ടെൻറ്റിനകത്താണ് കിടക്കേണ്ടി വരുന്നത്. എന്നെ അതിനൊന്നും കിട്ടൂല, ഞാൻ ലേഡി സൂപ്പർ സ്റ്റാറാണെന്നൊന്നും മഞ്ജു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് പഠിക്കൂ എൻ്റെ പൊന്ന് പത്മപ്രിയ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ ഒരുപാട് നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മീനു മുനീറിനെ കുറിച്ചായാലും ശരി, സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കുട്ടിയായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നു. സിദ്ദിഖെ, ചതിയിൽ വഞ്ചന പാടില്ല. അത് സിനിമാക്കാരിൽ ആണായാലും പെണ്ണായാലും ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈ പ്രോഗ്രാം കണ്ടിട്ട് മീനു മുനീർ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇറങ്ങിയാൽ നമ്മളിലും കുറേ കഥകളുണ്ടെന്നുള്ളത് മാത്രം ഓർത്തു വച്ചേക്കുക. നല്ല പറയാൻ പറ്റിയ കഥകളുണ്ട്. പക്ഷേ ഈ സ്ത്രീയെ പറ്റി എനിക്ക് തോന്നുന്നത് അവരെ പറ്റി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പബ്ലിസിറ്റി കിട്ടുമല്ലോ, ഇങ്ങനെ ഒരാൾ സിനിമയിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ആർക്കും അറിയില്ല ഈ സാധനം ഏത് സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവർ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നെ തെറി വിളിക്കുമായിരിക്കും. പുല്ലേ മാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ഈ 2,04,000 സബ്സ്ക്രൈബേഴ്സുള്ള ഈ ചാനലിനെ വിശ്വസിക്കുന്നവർ ഉള്ളിടത്തോളം കാലം ഒരുത്തരുടെയും മുന്നിൽ ദിനേശ് തല താഴ്ത്തില്ല, ഒരുത്തരുടെ മുന്നിലും തോൽക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും സിനിമയിൽ ചതിയിൽ വഞ്ചന ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ബാലചന്ദ്രമേനോനെ ലോകത്തിന് ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിൽ ഇനി വഴി കൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ പേര് മാത്രമേ ആ സ്ത്രീ പറയാനുള്ളൂ. ഒരു മീനു മുനീറോ സംതിങ് അങ്ങനെ. ആ ലേഡി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അതായത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ടാ പറയുന്നത്. മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ട് ആർക്ക് എന്ത് കഥയും ഉണ്ടാക്കി പറയാം. ആ കഥ, ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാവാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് എന്ത് കഥയും ഉണ്ടാക്കാം. ഈ സാധനം വന്നിരുന്നിട്ട് പറയുന്ന കഥകൾ കേട്ടാൽ അറക്കുന്ന, കുടുംബത്തോടു കൂടി ഇരുന്ന് പോലും കേൾക്കാൻ കൊള്ളാത്ത, കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് ആ സ്ത്രീ വന്നിരുന്ന് പറയുന്നത്. ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ സംഗതികൾ വിളിച്ചു പറയുന്ന, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്ന മീഡിയാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? അവരുടെ വായിൽ വരുന്ന ആൾക്കാരുടെ കുറിച്ച് മുഴുവനും, എനിക്കിപ്പോ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്കൊരു പുരുഷനോട് വൈരാഗ്യമുണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി, അയാൾ എന്നെ പീഡിപ്പിച്ചു, ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും, അയാളെ കുടുംബജീവിതം താറുമാറാക്കും, സമൂഹത്തിൽ അയാൾ ആരും അല്ലാണ്ടാവും. ഉന്നത പദവിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യര്, അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര്, ആരെ വേണമെങ്കിലും ഇങ്ങനെ കുഴിയിലിറക്കി നിർത്താൻ പറ്റുന്ന ഒരു നിയമ സംവിധാനമാണ് ഇന്ന് നമുക്കുള്ളത്. ആ നിയമ സംവിധാനമാണ് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നത്. ഇവളുമാർക്ക് ചവിട്ടിക്കറി പോവാനായിട്ട് പടികൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു സ്ത്രീയാണ്. എന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് മേഖലയിലാണ് പീഡനങ്ങളുടെ ഇതുപോലുള്ള അവസ്ഥകൾ ഇല്ലാത്തത്? ഏത് മേഖലയിലാണ്? സിനിമ മേഖലയിലുണ്ട്, ഇൻഷുറൻസ് മേഖലയിലുണ്ട്, ബാങ്ക് സംവിധാനങ്ങളിലുണ്ട്, പോലീസ് സംവിധാനങ്ങളിലുണ്ട്, ഈ പറയുന്ന ഏത് അവസ്ഥകളിൽ നോക്കിയാലും ഭരണ സംവിധാനങ്ങളിലുണ്ട്. ഏത് മേഖല എടുത്താലും ഈ സ്ത്രീകൾക്കുള്ള ഈ സംഗതികളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. ആ ഉള്ള സംവിധാനങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നമ്മൾക്ക് സ്ത്രീകൾക്ക് തന്റെ ഇടമുണ്ടാവണം. നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം. ഒരാൾ നമ്മളെ ബലാത്കാരമായിട്ട് വന്നിട്ട് ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് ബലാത്കാരം എന്ന് പറയാം. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി വന്നിട്ട് എന്നെ കയറി പിടിക്കുന്നതിന് ബലാത്കാരം എന്ന് പറയാം.
അതല്ലാത്ത കേസുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ ഈ പറയുന്ന സംഗതികളൊക്കെ കിടന്നു കൊടുത്തിട്ട് അവരവരും കൂടി സുഹിച്ചിട്ട് അവസാനം കുറ്റം വരുമ്പോ പുരുഷന് മാത്രം, സഹകരിക്കുമ്പോ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയിലെ നടിമാർക്ക് മുഴുവനും ഈ വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് പലരും. വിയർപ്പിന്റെ അസുഖമുള്ള അവളുമാർക്കൊക്കെ എന്നാന്ന് വെച്ചാൽ കയറി പോകാനും ചവിട്ടി കയറാനും പടികൾ വേണം. ആ പടികൾ അവർ ചവിട്ടി കയറി പോയി അങ്ങ് അറ്റത്തെത്തും. അത് പല ആൾക്കാരുടെയും മുതുകത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇതിന്റെയൊക്കെ തെളിവ് സഹിതം കയ്യിലെടുത്ത് വെക്കും. ആ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു ചെറിയൊരു കാര്യത്തിന്, ഇപ്പൊ ഈ പറയുന്ന ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, എന്റെ മകന് ഫീസ് അടയ്ക്കാനായിട്ട് 25,000 ചോദിച്ചപ്പോ അവൻ തന്നില്ല, അതുകൊണ്ട് അവനിട്ട് ഇരിക്കട്ടെ പണി. അപ്പൊ പിന്നീട് ഈ പറയുന്ന സുഹിക്കുമ്പോ രണ്ടുപേരും കൂടെ കിടന്ന് സുഹിച്ചിട്ട് അവസാനം ഇതിന്റെ ക്ലിപ്പുകളോ ഫോട്ടോകളോ തെളിവുകളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് ഇവളുമാർക്ക് ലക്ഷങ്ങളും ആയിരങ്ങളും ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പുരുഷൻ ഇങ്ങ് പിടിക്കുക, പീഡന കേസ് അറസ്റ്റ് ചെയ്യുക, അടയ്ക്കുക ജയിലില്. ആഹാ, നന്നായിരിക്കുന്നു. ഈ പറയുന്ന ഈ സ്ത്രീകൾക്കുണ്ടല്ലോ, ഇതിനൊന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന സ്ത്രീകൾക്കൊപ്പമല്ല. ഇത് കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാനുണ്ടായ ഒരു നിയമമാണ്. ആ നിയമത്തെ മുഴുവനും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംരക്ഷണം ചെയ്യാനായിട്ട് കുറെ നാറിയ കുറെ ചാനലുകൾ ഏത് മനുഷ്യരുടെ നേരെയും വിരൽ ചൂണ്ടിയിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു, ഇവൻ എന്നെ പീഡിപ്പിച്ചു, മറ്റവരെന്നെ ചാടിപ്പിച്ചു, ഇവർക്കൊക്കെ റേറ്റിംഗ് മാത്രം മതി. ഇത് പറയുന്നവന്റെ കുടുംബജീവിതം ചിന്തിക്കുന്നില്ല, ഇത് പറയുന്നവന്റെ ഗതികേട് ഓർക്കുന്നില്ല, ഇത് കേൾക്കുന്നവന്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ഡിപ്രഷനും അവന്റെ ഫാമിലിയും നാശാക്കി അവസാനിപ്പിക്കുകയാണെന്നുള്ളത് ഈ സംപ്രേഷണം ചെയ്യുന്ന ഈ സ്ത്രീയുടെ വർത്തമാനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു വ്യക്തികളല്ലേ, മനുഷ്യനെയല്ലേ തേജോവധം ചെയ്യുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇവര് വന്നിരുന്ന് പറയുന്ന ഈ വളവളാന്ന് വന്നിരുന്ന് പറയുന്ന ആ പെണ്ണും പിള്ളേരുടെ ഉണ്ടല്ലോ, ഈ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ ചൂലെടുത്തിട്ട് അവരുടെ ചെകിട കുറ്റി ആട്ടിച്ച് മൂളിക്കണം. ഈ ജാതി പെണ്ണുങ്ങളെ പുറത്തോട്ട് ഇറങ്ങാൻ അനുവദിക്കരുത്. ഒരു സ്ത്രീ ആയാലേ കക്കൂസ് കഴുകിയിട്ടായാലും ജീവിക്കാം. അതിൽ ഞാൻ നിഷാ സാരംഗ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മാത്രമാണ് മാന്യമായിട്ട് സംസാരിച്ചത് ശ്രദ്ധിച്ചത്. കക്കൂസ് കഴുകാൻ പോയാലും ആ ജോലി ചെയ്യേണ്ടി വന്നാലും മന്ദസ്സായിട്ട് ജീവിക്കണം. ഞാൻ ആ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോ സ്ത്രീ ആയാൽ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഒന്നും നടക്കില്ല. അവളുടെ ദേഹത്ത് തൊടാൻ പോയിട്ട് അവളുടെ നേരെ നോക്കാനായിട്ട് ഒരാൾ ഭയക്കും. അത് സ്ത്രീ ആവണം. ഈ ജാതി വിയർപ്പിന്റെ അസുഖമുള്ളവന്മാർക്ക് തൽക്കാലത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് കിടന്നു കൊടുത്തിട്ട് അവസാനം പിന്നെ എന്നെ പീഡിപ്പിച്ചേ ചാടിപ്പിച്ചേ എന്ന് പറഞ്ഞാൽ, കാരണം പടികളൊക്കെ ചവിട്ടി കയറാനായിട്ട് ചാൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, 10 മിനിറ്റത്തെ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് ഈ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി കയറി വന്ന ഒരാളാണ് ഞാൻ പറയുന്നു, പുരുഷന്മാര് എത്ര തന്നെയാണെങ്കിലും നമ്മളെ പീഡിപ്പിക്കാനോ ചാടിപ്പിക്കാനോ വരുന്നതല്ല അവരോട് ആടിക്കൂടിയാലേ അവർ കൂടിക്കൊള്ളുള്ളൂ. പിന്നെ നമ്മളെ ബലാത്കാരമായിട്ട് പിടിക്കണം. അത് ഓക്കെ, അത് തെറ്റ്. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ടാൽ അവന്റെ കൈ വെട്ടണം എന്ന് പറയുന്ന ശിവജിയുടെ അതേ അവസ്ഥ അദ്ദേഹം പറയുന്നതിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. ആ അവസ്ഥ മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിക്കുന്ന ആളാണ് ഞാൻ. അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പമാണ്. ശിവജിയുടെ അതേ ആദർശത്തോട് ചേരുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടാൽ ആ തൊട്ട ഭാഗം ചെത്തിക്കളയാം. അതല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ കൂടെ കിടന്നു കൊടുത്തിട്ട് കാര്യം നേടിക്കഴിഞ്ഞിട്ട് അവസാനം പിന്നെ വന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്ന പെണ്ണുങ്ങളെ ഉണ്ടല്ലോ, ചാട്ടവാറിനടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ഓവറായി കഴിഞ്ഞു, ഒരുപാടാവുന്നു. പീഡനങ്ങൾ ഇങ്ങനെ കഥകൾ ഇങ്ങനെ കൂടി വരുന്നു. ഏത് പുരുഷന്റെ നേരെ നോക്കിയിട്ടും ഇതുപോലത്തെ തെണ്ടിത്തരം പറയാമെന്ന് പെണ്ണുങ്ങൾ നനച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി ഇവന്മാരുടെ ചെകിട്ടത്ത് കിട്ടിയ അടിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ബഹുമാന്യ സുപ്രീം കോടതിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഇത് നിങ്ങളുമായിട്ടൊന്ന് എനിക്ക് പങ്കുവെക്കണം തോന്നി. കാരണം സിദ്ദിഖിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തെ യാതൊന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളത് ഉത്തരവ് വന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് കാണാമല്ലോ നമുക്ക്. അതാണ് ഇത് ഒരുപാട് ഓവറാണ്. കാരണം കുറെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചതാണ് ഒരു ലൈവ് ഇട്ടിട്ട് സംസാരിക്കണം എന്ന്. പക്ഷേ പാവം പുരുഷന്മാര് കുടുങ്ങിപ്പോവാണ്. ആ കൊടുക്കാനുള്ള വഴികൾ ഇവർക്കറിയാം. പുരുഷന്മാരുടെ വീക്ക്നെസ് ആണ് സ്ത്രീ. അവരൊന്ന് ചിരിച്ചു കാണിച്ചാൽ, അവരൊന്ന് കരഞ്ഞു കാണിച്ചാൽ, അവരൊന്ന് സഹതാപം കാണിച്ചാൽ അവരുടെയൊക്കെ കാലിന്റെ ഇടയിൽ വന്ന് കമിഴ്ന്നു കിടന്ന് പോകുന്ന അവസ്ഥകളുണ്ട് പുരുഷന്മാർക്ക്. കാരണം അവര് വളരെ ലോലഹൃദയരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഈ പറയുന്ന രാക്ഷസി താടകമാര് നല്ല കണക്ഷനുള്ള മനുഷ്യന്മാരെയൊക്കെ കയ്യിൽ വെച്ച് അവരുടെ കണക്ഷൻസും കൊണ്ട് പിന്നെ അവരുടെ കുറെ കാലം അവരുടെ കൂടെ നിന്ന് സുഹിക്കും. അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ ഊറ്റി മേടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ അടുത്തവനെ പിടിക്കുമ്പോ ഈ താഴെ കിടക്കുന്നവനെ കൊണ്ട് ഇത്തിരി ശല്യം ഉണ്ടാവും. കാരണം അയാൾ ഓൾറെഡി അഡിക്ഷൻ ആയിട്ടുണ്ടാവും.
ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് കുട്ടികളുണ്ടോ, ഭാര്യയുണ്ടോ, അതൊന്നുമല്ല. ചിലപ്പം പ്രണയം പലയിടത്തും പോയിടാം. പലരുടെ സിറ്റുവേഷൻസിൽ പലർക്കും പലരോടും അറ്റാച്ച്മെന്റ് തോന്നാം, സ്നേഹം തോന്നാം. അപ്പൊ ചെയ്യുന്ന പരിപാടികളാണ്. ഒരാളുടെ കൂടെ നടക്കുക, അവന്റെ കൂടെ ഇഷ്ടം നടിക്കുക, സ്നേഹം നടിക്കുക, അവന്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റി അവന്റെ ചോരയടക്കം ഊറ്റി വലിച്ചു കുടിക്കുക, അവസാനം ചണ്ടി വലിച്ചെറിയും. അന്നേരം ആ പുരുഷൻ അത് അഡിക്ഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ആ പാവം പിന്നെ ഇവരെ കിട്ടാണ്ടാവുമ്പോൾ ഡിപ്രഷനിലേക്ക് മാറും, അവന്റെ അവസ്ഥ മാറും, അവന്റെ കുടുംബജീവിതം പോവും. അങ്ങനെ എല്ലാം നശിച്ചു പോകുമ്പോൾ അവനൊരു എന്താ പറയാ പ്രതികാരത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് മാറും. അങ്ങനെ മാറുന്ന ഇവര് അപ്പോഴേക്കും വേറെ ആളെ പിടിച്ചിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നപ്പോഴ് ഞാൻ ബഹുമാന്യ സുപ്രീം കോടതിക്ക് എന്റെ ഒരുപാട് നല്ല നമസ്കാരം, ഒരുപാട് താങ്ക് യു. ഇതുപോലുള്ള പെണ്ണുങ്ങള് ഇതുപോലെ ചെകിടത്ത് കിട്ടണം. ഇതുപോലെ ചെകിടത്ത് കിട്ടിയാലേ ഇവളുമാര് നാളെ ഇതുപോലെ മീഡിയാസിലെല്ലാം വന്നിരുന്നിട്ട് ഇതുപോലെ ഈ നാണം കെട്ട വർത്തമാനങ്ങൾ പറയാൻ വരാതിരിക്കുള്ളൂ. അത് എത്രയും പെട്ടെന്ന് നിങ്ങളോടും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇക്കാര്യത്തില് ഈ അനാവശ്യമായ പീഡന കേസുകൾ ആരോപിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലല്ല, ഞാൻ ഈ കൂട്ടത്തിൽ പുരുഷന്മാരുടെ കൂടെയാണ്. സത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പറയാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, കാരണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പുരുഷന്മാരാണ്. കാരണം അവര് ആത്മാർത്ഥതയുള്ളവരാണ്. അവരുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവരും. നമ്മൾ ബഹുമാനം കൊടുത്താൽ തിരിച്ചവർ നല്ല റെസ്പെക്ട് തന്നിരിക്കും. എന്റെ ഓൾമോസ്റ്റ് സുഹൃത്തുക്കളും പുരുഷന്മാരാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നും പുരുഷന്മാർക്കൊപ്പമാണ്. ഈ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. വെരി താങ്ക് യു എല്ലാവർക്കും. എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.